പ്രാർത്ഥന. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്ത പുനഃ പുനഃ. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വൈശാഖ മാസത്തില് ശങ്കരദർശനം എന്ന വെബിനാർ സീരീസിന്റെ 25ാമത്തെ ദിവസമാണ്. ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വളരെ സമ്പുഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനെ, ഈ സത്സംഗവേദിയെ വിജയകരമാക്കി തീർക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും TVSRCയുടെ പേരിൽ സന്തോഷം അറിയിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിനും നമ്മുടെ ഇന്നത്തെ ആചാര്യയെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രീനിവാസ് കൂക്കമ്പാറയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർക്ക് പ്രത്യേകിച്ച് ഒരു നമസ്കാരം. TVSRCയുടെ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് നടത്തി വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ശ്രീശങ്കരനെ കുറിച്ചിട്ടുള്ള ശങ്കരന്റെ വിവിധ കൃതികളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലും ഒക്കെ ആയിട്ടുള്ള ഈ വെബിനാർ സീരീസിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദ്യം സ്വാഗതം പറയട്ടെ. ഇന്ന് നമുക്ക് പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേർത്തിരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ പണ്ഡിത എന്തൊക്കെയാ പറയേണ്ടത് ശരിയാ ഭാരതി ടീച്ചറാണ്. വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു പ്രമുഖ പണ്ഡിതയും അധ്യാപികയുമാണ് ഭാരതി ടീച്ചർ. പണ്ഡിതരാജൻ തൃക്കോവിൽ രാമവാര്യരുടെയും കാളിക്കുട്ടി വാരസ്യരുടെയും മകളായിട്ടാണ് ടീച്ചർ ജനിച്ചിട്ടുള്ളത്. ഈ പണ്ഡിതരാജൻ തൃക്കോവിൽ രാമവാര്യർ എന്ന് പറയുമ്പോൾ മാന്തട്ട തുടങ്ങിയിട്ടുള്ള ആ കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഇവിടെ കൊച്ചി രാജവംശത്തിന്റെ തന്നെ അവിടുത്തെ പണ്ഡിത സദസ്സില് വിരാജിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അവരുടെ പുത്രിയാണ് ഭാരതി ടീച്ചർ. എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ടീച്ചർ മദ്രാസി സർവകലാശാലയിൽ നിന്നും കേരള സർവകലാശാലയിൽ നിന്നും പ്രഗത്ഭരായ പണ്ഡിതരുടെ കീഴിൽ ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടറേറ്റ് കരസ്ഥമാക്കി പാലക്കാട് മേഴ്സി കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് തുടങ്ങിയിട്ടുള്ള വിവിധ പ്രമുഖമായിട്ടുള്ള കോളേജുകളിൽ അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിച്ച് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിട്ടാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത്. ഒട്ടനവധി കൃതികൾ രചിച്ചിട്ടുണ്ട്, എല്ലാം ഒന്നും പറയുന്നില്ല. എന്നാലും ഈ സീരീസിനെ കുറിച്ചിട്ട് നമ്മൾ പരാമർശിക്കുമ്പോൾ ശ്രീ ശങ്കര സ്ഥിതികൾ എന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനവും ഗദ്യപരിഭാഷയും, ത്രിപുര ദഹനം, വാസുദേവ വിരചനം എന്നുള്ള വാസുദേവ വിരചിതം ത്രിപുര ദഹനം 5 വ്യാഖ്യാനങ്ങൾ കൂടി എഡിറ്റ് ചെയ്തിട്ടുള്ള കൃതി തുടങ്ങി ഒട്ടനവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനങ്ങൾ, ശങ്കരന്റെ കൃതികളെ കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ ഗ്രൂപ്പിൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊന്നും കൂടി ഇടാൻ ടീച്ചർ വ്യാഖ്യാനിച്ചിട്ടുള്ള പുസ്തകങ്ങള്. വിവിധ പുരസ്കാരങ്ങളും ടീച്ചർക്ക് അക്ഷരലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ ടീച്ചറെ തേടിയെത്തിയിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ളത് ഒളപ്പോണയിൽ നൽകുന്ന ദേവി പ്രസാദം പുരസ്കാരം, വാചസ്പതി പുരസ്കാരം, അഭേദകീർത്തി പുരസ്കാരം, ET ദിവ്യാകരമൂസ പുരസ്കാരം, സംസ്കൃത പുരസ്കാരം 2028 തുടങ്ങി അനവധി ഉണ്ട്, എല്ലാം വായിക്കുന്നില്ല. എന്തായാലും നിലവിൽ ടീച്ചർ പാലക്കാട് ഒറ്റപ്പാലത്തും തൃശ്ശൂര് പാഞ്ഞാളും ഒക്കെ ആയിട്ടാണ് ഇപ്പോ വിശ്രമ ജീവിതം നയിക്കുന്നത്. ഇന്നും ടീച്ചർ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ്. നമ്മുടെ ഈ വെബിനാർ പ്രഭാഷണ സീരീസിന് പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പല ടീച്ചർമാരും, നമ്മുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന പാർവതി ടീച്ചർ, അങ്ങനെയുള്ള പലരുടെയും ഗുരുവും കൂടിയാണ് എന്നുകൂടി പരാമർശിക്കട്ടെ. എന്തായാലും ടീച്ചറെയും എല്ലാവരെയും ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് സഹൃദയം TVSRCക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യപ്പെടുന്നു. നമസ്തേ.
ടീച്ചർ ഇനി ടീച്ചറെ തുടങ്ങാം. ഭാരതി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഈ താന്ത്രിക വൈദിക ഗവേഷണ കേന്ദ്രം എന്നുള്ള ഒന്നുണ്ട് എന്ന് തന്നെ എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഈ ഇതിനെ വിളിച്ച സമയത്താണ് മനസ്സിലായത്. എന്ന് മാത്രമല്ല, അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്ന് അറിയുമ്പോൾ തോന്നുന്നതായിട്ടൊരു സന്തോഷം വളരെ അധികമാണ്. എന്താ വെച്ചാൽ സംസ്കൃതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ചില സന്നദ്ധ സംഘടനകളുണ്ട് എന്നുള്ളത് ഒരു എന്നേക്കും സന്തോഷമായിട്ടുള്ളതായിട്ടൊരു വസ്തുതയാണ്. പിന്നെ ഈ ഓൺലൈനായിട്ട് നടത്തുന്നതായിട്ടുള്ള ഈ സെമിനാറിനെ കുറിച്ച് വൈശാഖമാസത്തില് എല്ലാ കൊല്ലവും നടത്താറുള്ളതാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് കൊല്ലാണ്. എന്തായാലും അത് വളരെ ഒരു സന്തോഷമായിട്ടുള്ളൊരു സംഗതിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളായിട്ടും അറിയാൻ വേണ്ടിയിട്ട് പരിചയപ്പെടാനും അവരുടേതായിട്ടുള്ള വിജ്ഞാനം പകർന്നു കിട്ടാനും ഒക്കെ കൂടിയുള്ളതായിട്ടൊരു സന്ദർഭം ആണ് ഇത് എന്നുള്ളത് ആണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. എനിക്കും ഇതുവരെയുള്ളതായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കാനുള്ളതായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായി. പലരുടെയും അറിവുകൾ ഒന്നിച്ച് കിട്ടുക എന്നുള്ളത് അത് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ കണ്ട് അവരവരുടെ വസതികളിൽ ഇരുന്ന് തന്നെ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. എനിക്കും വളരെ സുഖകരങ്ങളായിട്ടുള്ള ഉജ്ജ്വലങ്ങളായിട്ടുള്ള പല പ്രസംഗങ്ങളും ഇതിലുണ്ടായിരുന്നു. വളരെ ജ്ഞാനപ്രദമായിട്ടുള്ളതായിട്ടുള്ള അനവധി പ്രസംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതൊക്കെ കേൾക്കാനുള്ളതായിട്ടൊരു സൗകര്യം കിട്ടിയതിൽ പ്രത്യേകിച്ചും സന്തോഷം. അതിന് ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. എനിക്കും ഇതിലൊരു ഭാഗഭാഗിത്വം ഉണ്ടാവാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകിച്ചും സന്തോഷകരമായിട്ടുള്ളതാണ്. ഇനി ഇന്നത്തെ വിഷയം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഷ്ണവ ഭക്തി, ശ്രീശങ്കരാചാര്യരുടെ വൈഷ്ണവ ഭക്തി എന്നുള്ളതാണ് വിഷയമായിട്ട് തന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് 4 സ്തോത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അച്യുതാഷ്ടകം, ഗോവിന്ദാഷ്ടകം, പാണ്ഡുരംഗാഷ്ടകം, ലക്ഷ്മി നരസിംഹ കരാവലംബന സ്തോത്രം, ഇങ്ങനെയുള്ളതായിട്ടുള്ള 4 എണ്ണത്തിനെ കുറിച്ചാണ് പറയാനായിട്ട് പറഞ്ഞത്. 2 ദിവസമായിട്ട് ഒക്കെ കൂടി പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഓടിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ 3 അഷ്ടകങ്ങളാവുമ്പോൾ തന്നെ 24 ശ്ലോകമായി. പിന്നെ അതിന്റെ ഫലശ്രുതി ഉണ്ടാവും. അത് കഴിഞ്ഞ് ലക്ഷ്മി നരസിംഹ കരാവലംബന സ്തോത്രം കുറച്ചും കൂടി ദീർഘം ആയിട്ടുള്ളതാണ്. ഒക്കെ കൂടി പറയാൻ പറ്റുമോ നോക്കാൻ ഞാൻ എന്നേ പറയണുള്ളൂ. പിന്നെ വിഷ്ണു ഭക്തി എന്നുള്ളതാണ് ശ്രീശങ്കരാചാര്യരുടെ വൈഷ്ണവ ഭക്തി എന്നാണ് അതിലെ ഒരു ഇതായിട്ട് തന്നിട്ടുള്ളത്. അപ്പോ വൈഷ്ണവ ഭക്തി എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ കുറിച്ച് മാത്രമാണോ ശങ്കരാചാര്യരുടെ ഭക്തി? അങ്ങനെ ഉണ്ടോ? വലിയ അദ്വൈതിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അദ്വൈതവാദമാണ് ആചാര്യരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അദ്വൈത ഇതാണ് എന്നുള്ളതാണ്. ആ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കൃതികളും രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്തോത്രങ്ങളായാലും അല്ല ഭാഷ്യങ്ങളായാലും പ്രകരണ ഗ്രന്ഥങ്ങളായാലും എല്ലാറ്റിലും അദ്ദേഹത്തിന് ആ അദ്വൈതം എന്നുള്ളതായിട്ടുള്ള ആ ആശയം അത് എവിടെയും പോയിട്ടില്ല. അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ബാക്കി അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ വൈഷ്ണവ ഭക്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിഷ്ണുവിനെ പോലെ തന്നെ ഒപ്പം
ഭക്തിപുരസനം ആയിട്ടാണ് അദ്ദേഹം ഇവരെ സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള കൃതികൾ രചിച്ചിട്ടുള്ളത്. അതുമാതിരി ശക്തിയെ കുറിച്ചുള്ളതായിട്ടുള്ള കൃതികൾ ഇതെല്ലാം ഒരുപോലെ എന്തിനെ കുറിച്ചാണ് അവിടെ എഴുതണത് എന്ന് വെച്ചാൽ ആ ദേവതയെ കുറിച്ച് അങ്ങേയറ്റം ബഹുമാനത്തോടും കൂടിയിട്ടാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് മുഴുവന്. അപ്പൊ പിന്നെ ഈ വൈഷ്ണവ ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് പ്രത്യേകിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് അധികാരികൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറയണു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് വായിച്ചപ്പോ ഈ സ്തോത്രങ്ങളൊക്കെ വായിച്ചു തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിനായിട്ട് പ്രത്യേകിച്ച് ശിവനോ വിഷ്ണുവെന്നോ ശക്തിന്നോ അങ്ങനെയുള്ളതൊന്നും ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല. എല്ലാം ആരെ കുറിച്ച് പറയണമോ അതാണ് ആ സുപ്രീം ആയിട്ടുള്ള പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള തത്വം. അത് തന്നെയാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഓരോ ദേവതയെ കുറിച്ചും പ്രതിപാദിക്കുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്ന് മാത്രമല്ല പ്രകൃതിയിലുള്ളതായിട്ടുള്ള ഗംഗ യമുന തുടങ്ങിയതായിട്ടുള്ള നദികളെ കുറിച്ച്, നർമ്മദ തുടങ്ങിയിട്ടുള്ള നദികളെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും അതെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ആ നദികളെ കുറിച്ച് പറയണത്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിലുള്ള എല്ലാത്തിൻ്റെയും ആ പരമാത്മാവിന്റെ അംശം ആയിട്ട് തന്നെയാണ്, ആ ഭാവം ആയിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ തോന്നിയിട്ടുള്ളതായിട്ടുള്ള അഭിപ്രായം. പലരും അല്ലാതെ ഉള്ളതല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ശൈവനാണ് അദ്ദേഹം എന്നും വൈഷ്ണവനാണ് എന്നുള്ളത് ഭട്ടതിരിപ്പാട് തന്നെ നാരായണ ഭട്ടതിരി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശങ്കരനും കൂടി വിഷ്ണു സഹസ്രനാമം വ്യാഖ്യാനിച്ചതൊക്കെ വിഷ്ണുവിനെ കുറിച്ചാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കൂടി വിഷ്ണുവാണ് എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാരായണീയത്തില്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശിവനും വിഷ്ണുവും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഒരു ഉറച്ച വിശ്വാസം എന്നുള്ളതാണ് എനിക്ക് വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. എങ്കിലും ഓരോരുത്തരുടെ അധികാരികളുടെ ഭേദമനുസരിച്ച് എല്ലാവർക്കും ഈ ആശയം, അദ്ദേഹത്തിന്റെ ശങ്കരാചാര്യരുടെ ആശയം, അതായത് ഈ പരമാത്മാവ് എന്നുള്ള ഒന്നേ ഉള്ളൂ, ഈ ബാക്കി ദേവതകളൊക്കെ ഇല്ലാത്തതാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ആശയം ഉണ്ടല്ലോ, അദ്വൈത ആശയം. ആ ആശയത്തിനോട് യോജിക്കാൻ സാധിച്ചു എന്ന് വരില്ല സാധാരണ ജനങ്ങൾക്ക്. ആ നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ പടികൾ കയറിയിട്ട് വേണം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. സാധാരണ ജനങ്ങൾക്ക് ആ മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തങ്ങളെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള, തങ്ങൾക്ക് എത്താൻ സാധിക്കാത്തതായിട്ടുള്ള, അപ്രാപ്യമായിട്ടുള്ള എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ശക്തി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോന്നായിരിക്കും. ചിലർക്ക് വിഷ്ണുവിനെ ആയിരിക്കും കൂടുതൽ ഇതായിട്ട് തോന്നുന്നത്, ചിലർക്ക് ശിവനെ ആയിരിക്കും. കുടുംബപരമായിട്ട് തന്നെ ശീലിച്ചിട്ടുള്ളതായിട്ടുള്ള ശിവനെ ഭജിക്കാനാണ് ശീലിച്ചിട്ടുള്ളത് വെച്ചാൽ അങ്ങനെയായിരിക്കും. മറ്റത് ചിലർ വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടായിരിക്കും കുടുംബത്തിലും അല്ലാതെ ഉള്ളതായിട്ടുള്ള സാഹചര്യങ്ങളിലും ഒക്കെ വിഷ്ണുവിനെയാവും കൂടുതൽ താല്പര്യം ഉണ്ടാവണത്. അപ്പോ അവർ വിഷ്ണുവിനെ ഭജിക്കും. ഇങ്ങനെ ചിലർ ശക്തിയാണ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തിയാണ് ഏറ്റവും വലിയതായിട്ട് തോന്നുക. അപ്പൊ ഇതിനനുസരിച്ച് അദ്ദേഹം ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ ആ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏത് ദേവതയെ അവർ ഭജിക്കുന്നുവോ ആ ദേവതയിൽ കൂടി തന്നെ ആ പരമാത്മാവിൽ എത്തിച്ചേരാനുള്ളതായിട്ടുള്ള വഴി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പലതരത്തിലുള്ളതായിട്ടുള്ള സ്തോത്രങ്ങളും എഴുതിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതില് വിഷ്ണുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതായിട്ടുള്ള സ്തോത്രങ്ങൾ അനവധിയുണ്ട്, ശിവനെ കുറിച്ചുള്ള സ്തോത്രങ്ങൾ അനവധിയുണ്ട്, ദേവിയെ കുറിച്ചിട്ടുള്ളതുണ്ട്, സുബ്രഹ്മണ്യനെ കുറിച്ച്, ഗണപതിയെ കുറിച്ച്, ഇങ്ങനെ അനവധി സ്തോത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഒക്കെ ആരെ ഭജിക്കുന്നുവോ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ആരെ ഭജിച്ചാലാണോ മനസ്സിൽ സുഖം ഉണ്ടാവണത്, ആനന്ദം ഉണ്ടാവണത്, അതിനു വേണ്ടിയിട്ട്
പ്രത്യേകം എഴുതിയിട്ടുള്ളതാണ് എന്ന് തോന്നുന്നുണ്ട്. ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ സഹസ്രനാമം വായിക്കുമ്പോൾ അവിടെ ആദ്യം തന്നെ വിശ്വം വിഷ്ണു എന്നുള്ളതായിട്ടുള്ള 2 നാമങ്ങളുടെ ആണല്ലോ പറയണത്. ആ നാമങ്ങളെ പറയുമ്പോൾ തന്നെ ആ വിശ്വം എന്നുള്ളതിന്റെ അർത്ഥം പറയുമ്പോഴും ആ പ്രപഞ്ചം മുഴുവനെ ആ പരമാത്മാവ് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതുമാതിരി ആ വിഷ്ണു എന്നുള്ളത് പറയുമ്പോൾ അവിടെ സർവവ്യാപിയായിട്ടുള്ള ആ തത്വം എന്നുള്ള നിലയിലാണ് വിഷ്ണു എന്നുള്ളതിനെയും അദ്ദേഹം വ്യാഖ്യാനിക്കണത്. വളരെയധികം വ്യാഖ്യാനങ്ങൾ ഈ 2 പദങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയായാലും അപ്പൊ അദ്ദേഹത്തിന്റെ ആത്യന്തികമായിട്ടുള്ള താല്പര്യം പരമാത്മാവിൽ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോരോ സ്തോത്രങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഉള്ളതായിട്ടുള്ളതില് വിഷ്ണു ഭക്തി എന്നുള്ളതായിട്ടുള്ള പ്രത്യേകം പറയുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. വിഷ്ണുവിനെ കുറിച്ച് സ്തുതിക്കുമ്പോൾ അദ്ദേഹം ആ വിഷ്ണുവിനെ ഭക്തി ഉള്ള ആളുകൾക്ക് ആ ഭക്തിയിൽ കൂടി ഏതാണെങ്കിലും ആ ധ്യാനത്തിന് ഒരു ആസ്പദം ഇല്ലാതെ കണ്ട് വയ്യ. നമുക്ക് വോയിഡ് ആയിട്ടുള്ള ഒന്നിനെ കുറിച്ച് പരമാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ രൂപം, എന്താണ് പരമാത്മാവിന്റെ രൂപം എന്താണ് എന്നുള്ളത് നമുക്കൊന്നും നിശ്ചയില്ല. അല്ലെങ്കിൽ പലതരത്തിലും പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞതുകൊണ്ടൊന്നും അറിയില്ല, അനുഭവം കൊണ്ട് തന്നെ അറിയണം എന്നുള്ളതാണ് പറയണത്. അവിടെ അതും പറയുന്നുണ്ട്, അനുഭവം കൊണ്ടേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാലും പറയാൻ ശ്രമിക്കുന്നുണ്ട് പലരും. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് ആ ഉപാസന വേണമെന്നുണ്ടെങ്കിൽ ഒരു രൂപം വേണം. ഒന്നുമില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഒരു രൂപത്തെ ഭജിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രയാസമായിട്ടുള്ളതാണ് എല്ലാവരെയും സംബന്ധിച്ചും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ വിഷ്ണുവിനെ കുറിച്ച് സ്തോത്രങ്ങൾ എഴുതുമ്പോൾ ആ തരത്തിൽ ഉള്ളതായിട്ടുള്ള ഉപാസന സാധിക്കണു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കേണ്ടത്. അങ്ങനെയുള്ളതായിട്ടുള്ള സ്തോത്രങ്ങളാണ് ഈ 4 സ്തോത്രങ്ങളും. അതിൽ അച്യുതാഷ്ടകം, ഗോവിന്ദാഷ്ടകം 2 ഇന്ന് പറയാൻ സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നാളെ ആവാം. ഒക്കെ കൂടി ഇന്ന് പറയാൻ എന്തായാലും സമയം ഉണ്ടാവില്ല. ഇത് 2 പറയാൻ സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതില് അച്യുതാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം ആണ് ഇനി. എല്ലാ സ്തോത്രങ്ങളും ആചാര്യസ്വാമികളുടെ എല്ലാ സ്തോത്രങ്ങളും കാവ്യഭംഗി തുളുമ്പുന്നതായിട്ടുള്ള സ്തോത്രങ്ങളാണ് എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് അർത്ഥം വളരെ ലളിതമായിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ളതായിട്ടുള്ളതാണ് അവരുടെയൊക്കെ സ്തോത്രങ്ങൾ. എല്ലാ സ്തോത്രങ്ങളും മിക്കവാറും എല്ലാ സ്തോത്രങ്ങളും അങ്ങനെയുള്ളതാണ്, വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഉള്ളതാണ്. അപ്പൊ അതിൽ അച്യുതാഷ്ടകം പ്രത്യേകിച്ചും വളരെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഭാഷയാണ്. വൃത്തങ്ങള് സാധാരണ ബാക്കി കാവ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വൃത്തങ്ങളല്ല. അദ്ദേഹം വളരെ അപൂർവമായിട്ടുള്ള വൃത്തങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്തോത്രങ്ങളിലൊക്കെ കാണുക. അത് ചൊല്ലാനായിട്ട് വളരെ സുഖകരമായിട്ടുള്ള വൃത്തങ്ങളാണ് അദ്ദേഹം സ്വതേ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതില് അച്യുതാഷ്ടകത്തിനെ കുറിച്ച് ആദ്യം പറയാം. ഓരോരോ ശ്ലോകമായിട്ട് പറഞ്ഞ് അർത്ഥം പറയണതായിരിക്കും സുഖം എന്ന് തോന്നുന്നു. ആദ്യത്തെ ശ്ലോകം: അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. ഈ അച്യുതാഷ്ടകം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ അച്യുതൻ എന്നുള്ളതായിട്ടുള്ള പേര് കൃഷ്ണനെ കുറിച്ചാണ് ഉദ്ദേശിക്കാറ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കൃഷ്ണനും ശ്രീരാമനും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത് ഭഗവാൻ ആചാര്യസ്വാമികള് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ധാർമ്മികമായിട്ടുള്ള നിലയിലും ശ്രീരാമനും കൃഷ്ണനും ഒക്കെ ഭഗവാന്റെ വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ ഈ രണ്ട് പ്രധാനമായിട്ടും ഈ 2 അവതാരങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ അച്യുതാഷ്ടകത്തില് പറയണത്. 8 ശ്ലോകങ്ങളാണ്, പിന്നെ ഒരു ഫലശ്രുതി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് 2 ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും കൂട്ടി കലർത്തിക്കൊണ്ട്
ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് രണ്ടും കൂട്ടിക്കലർത്തിയും കൊണ്ട് തന്നെയാണ് പറയണത്. അച്യുതം കേശവം, അച്യുതം എന്നുള്ളടത്ത് ശ്രീരാമനും ആവാം ശ്രീകൃഷ്ണനും ആവാം. എന്താന്ന് വെച്ചാൽ ച്യുതി ഇല്ലാത്തവൻ എന്നേ അവിടെ അർത്ഥമുള്ളൂ. ച്യുതി ഇല്ലാത്തവൻ, ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും ച്യുതിയില്ല. ധർമ്മത്തിൽ നിന്ന് മാത്രമല്ല, തൻ്റെതായിട്ടുള്ള സ്ഥാനത്തിൽ നിന്ന് ഒരിക്കലും ച്യുതി ഉണ്ടാവണില്ല. യാതൊരു വിധത്തിലും ഉള്ളതായിട്ടുള്ള ച്യുതി ഇല്ലാത്തതാണ് അച്യുതൻ എന്ന് പറയുന്നത്. അച്യുതം കേശവം, കേശവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേശി എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിച്ചത് കൊണ്ടാണ് കേശവൻ എന്ന് പേര് വന്നത് എന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അത് പിന്നെ രാമനാരായണം, അപ്പൊ അവിടേക്ക് ശ്രീരാമനിലേക്ക് എത്തി. മറ്റത് രണ്ടും ശ്രീകൃഷ്ണനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിലും ശ്രീരാമനെ കുറിച്ച് പറയാവുന്നതാണ്. അച്യുതൻ എന്നുള്ളതും ശ്രീരാമനെ കുറിച്ച് പറയാവുന്നതാണ്. കേശവൻ എന്നുള്ളതും ശ്രീരാമനെ കുറിച്ച് പറയാവുന്നതാണ്. എന്തുകൊണ്ട്? ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്ന് തന്നെ ആയതുകൊണ്ട്. ഇനി രാമനാരായണം, രാമൻ എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ ശ്രീരാമനെ തന്നെയാണ് പറയണത്. രമിപ്പിക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. രാമശബ്ദത്തിന് അർത്ഥം രമയതി ഇതി രാമഃ എന്നാണ്. പക്ഷെ ശ്രീരാമനെ കുറിച്ചാണ് സാധാരണയായിട്ട് പറഞ്ഞു വരാറുള്ളത്. ശ്രീരാമനെ കുറിച്ചാണ്. നാരായണം, നാരത്തിൽ, ജലത്തിൽ ശയിക്കുന്നവൻ, അത് വിഷ്ണുവിനെ പൊതുവെ പറയാവുന്നതാണ്. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും പറയാവുന്നതാണ് നാരായണൻ എന്നുള്ളത്. അത് നാരത്തിൽ, നാരം എന്ന് വെച്ചാൽ ജലം, ജലത്തിൽ ശയിക്കുന്നവൻ. നാരായണ ശബ്ദത്തിന് അനവധി അർത്ഥങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു അർത്ഥം ഈ നാരായണൻ എന്നുള്ളത് നാരത്തിൽ ശയിക്കുന്നവൻ എന്നുള്ളതായിട്ടുള്ള അർത്ഥമാണ്. പിന്നെ കൃഷ്ണദാമോദരം, കൃഷ്ണൻ എന്നുള്ളത് അത് കർഷണം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ് കൃഷ്ണ ശബ്ദത്തിന്. കർഷണം ചെയ്യുക എന്ന് വെച്ചാൽ തന്നിലേക്ക് ആകർഷിച്ച് വലിക്കുക എന്നുള്ളതാണ്. പിടിച്ചു വലിക്കുക, തന്നിലേക്ക് പിടിച്ചു വലിക്കുക എല്ലാവരെയും. ആ തൻ്റെ സ്വഭാവ ഗുണങ്ങളെ കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പദത്താണ്. ദാമോദരൻ എന്നുള്ളത് സാധാരണയായിട്ട് നമ്മളൊക്കെ പറയാറുള്ളതാണ്. കൃഷ്ണാവതാരത്തില് ദാമത്തിനാരുള്ളൊരു ബന്ധം മൂലം ദാമോദരോ നാമ ബഹുവകൃഷ്ണ എന്നൊക്കെ ഉണ്ട്. അതായത് ഈ വെട കുടം തട്ടി മറിച്ചു കഴിഞ്ഞപ്പോ ദേഷ്യം വന്ന് യശോദ ഒരലിൽ പിടിച്ച് കെട്ടിയിട്ടു എന്നുള്ളതാണ് കഥ. അപ്പൊ കഥയൊന്നും വിസ്തരിക്കുന്നില്ല. ആ കഥ ഉള്ളത് അതുകൊണ്ടാണ് ആ ദാമോദരൻ എന്നുള്ളതായിട്ടുള്ള പേര് വന്നത് എന്നാണ്. പിന്നെ വാസുദേവൻ, വാസുദേവൻ എന്ന് പറയുമ്പോൾ വാസുദേവന്റെ പുത്രൻ ആയിട്ടുള്ളതായിട്ടുള്ള വാസുദേവൻ കൃഷ്ണൻ തന്നെ. ഹരിം, ഹരി എന്നുള്ളത് വിഷ്ണുവിന്റെ പൊതുവേ ഉള്ളതായിട്ടുള്ള നാമധേയായിട്ടാണ് പറയണത് ഹരി എന്നുള്ളത്. അപ്പൊ അവിടെ എല്ലാ അഖങ്ങളെയും പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ എന്നാണ്. ഹരിയുള്ള ഭജനം കൊണ്ട്, ഭക്തി കൊണ്ട് സർവ പാപങ്ങളും നശിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഹരി എന്നുള്ളതായിട്ടുള്ള നാമത്തിന്റെ അർത്ഥം. പിന്നെ ശ്രീധരം, ശ്രീയെ, ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതി. ലക്ഷ്മി ഭഗവതിയെ തൻ്റെ മാറത്ത് ധരിക്കുന്നതായിട്ടുള്ള ദേവൻ. ശിവനായ കൃഷ്ണനായാലും വിരോധമില്ല, ശ്രീരാമനായാലും വിരോധമില്ല. ആ ലക്ഷ്മി ഭഗവതി മാറത്ത് തന്നെ ഉണ്ട് ഭഗവാന്റെ എന്നുള്ളത് കൊണ്ട് ശ്രീധരനായി. മാധവം, മാ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി തന്നെയാണ് മാ എന്ന് പറയുന്നത്. ആ മായുടെ, ലക്ഷ്മി ദേവിയുടെ, ലക്ഷ്മി ഭഗവതിയുടെ ധവൻ, ഭർത്താവായിട്ടുള്ളതായ ആ ഭഗവാനെ. പിന്നെ ഗോപികാവല്ലഭം, അവിടെ ശ്രീധരനായി, മാധവനായി, ഗോപികമാരുടെ വല്ലഭനുമായി എന്നുള്ളതാണ്. അപ്പൊ ഗോപികമാരുടെയൊക്കെ വല്ലഭനാണ് ആ ശ്രീകൃഷ്ണൻ. വൃന്ദാവനത്തിൽ താമസിച്ചിരുന്നതായിട്ടുള്ള അവസരത്തിൽ, ആ കാലഘട്ടത്തിൽ എല്ലാ ഗോപികമാർക്കും ഏറ്റവും പ്രിയങ്കരനായിരുന്നു. അതിനുശേഷം മഗധയിൽ പോയപ്പോഴും പിന്നീട് ദ്വാരകയിൽ വസിക്കുമ്പോഴും ഒക്കെ തന്നെ ആ ഗോപികമാരുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രതിഷ്ഠ സിദ്ധിച്ചിരുന്നത് ഭഗവാന് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഗോപികാവല്ലഭനാണ് അദ്ദേഹം. ജാനകി നായകം, അവിടെ ശ്രീരാമനിലേക്ക് കടന്നു. ജാനകിയുടെ ജനകപുത്രിയായിട്ടുള്ള സീതയുടെ നായകനായിട്ടുള്ള ഭർത്താവായിട്ടുള്ളതായ ആ ശ്രീരാമനെ, അങ്ങനെ പ്രകാരമുള്ളതായിട്ടുള്ള രാമചന്ദ്രം ഭജേ, രാമചന്ദ്രനെ, ശ്രീരാമചന്ദ്രനെ ഭജിക്കുന്നു എന്നാണ്. എല്ലാ ബന്ധുവായി, ശ്രീകൃഷ്ണനുമായി, ശ്രീരാമനുമായി. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ശ്രീരാമനെ
ശ്രീരാമചന്ദ്രനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നു എന്ന്, വിഷ്ണുവിനെ ഭജിക്കുന്നു എന്ന്, ആ രണ്ടവതാരങ്ങളെയാണ് അവിടെ കാര്യമായിട്ട് സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. ഇനി അടുത്ത ശ്ലോകം. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദജം സന്തതേ. അച്യുതം കേശവം രണ്ടും നേരത്തെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞതാണ്. സത്യഭാമാധവം, സത്യഭാമയുടെ ധവൻ ഭർത്താവ് എന്നുള്ളത്, മാധവം എന്നുള്ളത് തൊട്ട് പറഞ്ഞു കഴിഞ്ഞു. ധവൻ എന്ന് വെച്ചാൽ ഭർത്താവ് എന്നാണ് അർത്ഥം. ഇവിടെ സത്യഭാമയുടെ ധവനായിട്ടുള്ള, സത്യഭാമയുടെ ഭർത്താവായിട്ടുള്ളതായ കേശവനെ. പിന്നെ മാധവം, മാധവൻ ലക്ഷ്മി വല്ലഭൻ എന്ന്. ശ്രീധരം, ശ്രീയെ ധരിക്കുന്നവൻ, മാറത്ത് ശ്രീദേവി, ശ്രീയെ ലക്ഷ്മി ഭഗവതിയെ വഹിക്കുന്നവൻ. രാധിക ആരാധിതം, രാധികയാൽ ആരാധിതനായിട്ടുള്ള ഭഗവാനെ. രാധിക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വല്ലവികളുടെ ഹൃദയവല്ലഭനാണെന്ന് പറഞ്ഞുല്ലോ. അതിൽ പ്രത്യേകമായിട്ടുള്ളതാണ് ഈ രാധിക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ രാധികയാൽ ആരാധിതനായിട്ടുള്ള, ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാനെ. ഇന്ദിരാ മന്ദിരം, ഇന്ദിരയുടെ, ലക്ഷ്മി ഭഗവതി എന്നെ ഇന്ദിര എന്ന് പറയുമ്പോൾ ഇന്ദിരാ മന്ദിരം, ഇന്ദിരയുടെ ആവാസസ്ഥാനമാണ് എന്നാണ് പറയണത്. അതായത് ഇന്ദിര അവിടെ തന്നെയാണ് വസിക്കുന്നത്. ഭഗവാന്റെ മാർവിടത്തിൽ തന്നെയാണ് ഇന്ദിര, ലക്ഷ്മി ഭഗവതി വസിക്കുന്നത് എന്നാണ്. ചേതസാ സുന്ദരം. ഇനി സൗന്ദര്യം, ഈ എല്ലാ സ്ത്രീജനങ്ങളെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ളതായിട്ടുള്ള സുന്ദരം ആണ് അദ്ദേഹത്തിന്റെ ശരീരം. ഇവിടെ അതല്ല സുന്ദര, ശരീരത്തിന്റെ സൗന്ദര്യമുണ്ട് എന്ന്. അത് മാത്രല്ല, ഈ ചേതസാ സുന്ദരം, മനസ്സ്, ആ ശരീരത്തിനുള്ളതായിട്ടുള്ള സൗന്ദര്യം മനസ്സിനും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ വരണത് എന്നുള്ളതാണ്. അതാണ് ചേതസാ സുന്ദരം. ദേവകീനന്ദനം നന്ദജം സന്തതി. ദേവകീനന്ദനം, ദേവകിയുടെ പുത്രനായിട്ടുള്ള, അതായത് ദേവകീ പുത്രൻ എന്ന് പറയുമ്പോൾ വസുദേവരുടെയും പുത്രനാണല്ലോ. ദേവകീ വസുദേവന്മാരുടെ പുത്രനാണ്. അതേ സമയത്ത് യശോദകമാരുടെയും നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനുമാണ് എന്നുള്ളതാണ്. രണ്ടുപേരെയും ഒരേപോലെ തൻ്റെ മാതാപിതാക്കളായി കണക്കാക്കി ബഹുമാനിച്ചുകൊണ്ട് അവരുടെ രക്ഷ സദാ തൽപരനായിട്ടിരുന്നതായിട്ടുള്ള ആ ഭഗവാനെ സന്തതേ, ഞാൻ മനസ്സിൽ ചേർക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ശ്ലോകം. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനേ ചക്രിണേ രുക്മിണീ രാഗിണേ ജാനകീ ജാനയേ വല്ലവീ വല്ലഭായാർച്ചിതായാത്മനേ കംസവിധ്വംസിനേ വംശിനേ തേ നമഃ. തേ നമഃ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം, ഭഗവാന് നമസ്കാരം എന്നുള്ളതാണ്. അവിടെ വിഷ്ണവേ, വിഷ്ണു സ്വരൂപനായിട്ടുള്ള, അവിടെ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. അപ്പോ വിഷ്ണവേ, വിഷ്ണുവായിട്ടുള്ള ഭഗവാന് നമസ്കാരം. തേ നമഃ. ജിഷ്ണവേ, ജിഷ്ണു, ജിഷ്ണു വെച്ചാൽ ജയശീലൻ, എല്ലാവരെയും ജയിക്കുക എന്നല്ലാതെ കണ്ട എവിടെയും തോൽവി എന്നുള്ളത് ഇല്ല, പരാജയം എന്നുള്ളത് ഇല്ല. അതാണ് ജിഷ്ണവേ, ജയശീലനായിട്ടുള്ള, എല്ലാ ദിക്കിലും ജയിച്ചു കാണിക്കുന്നതായിട്ടുള്ള, ജയം കാണിക്കുന്നതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ജിഷ്ണവേ ശംഖിനേ ചക്രിണേ, ശംഖചക്രങ്ങള് ധരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. അത് ശംഖായാലും ചക്രായാലും അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതായിട്ടുള്ള ആയുധങ്ങളും അലങ്കാരവും ആണ്. അപ്പൊ ആ ശംഖിനെ ചക്രിനെ, ശംഖത്തോടു കൂടിയ ഭഗവാന് നമസ്കാരം. ചക്രിനെ, ചക്രത്തോടു കൂടിയതായിട്ടുള്ള, സുദർശന ചക്രത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഇനി രുക്മിണീ രാഗിണേ, രുക്മിണിയോട് രാഗത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ജാനകീ ജാനയേ, ജാനകിയുടെ ഭർത്താവായിട്ടുള്ള, ജാനകിയായിട്ടുള്ള പത്നിയോട് കൂടിയതായ ഭഗവാന്, ശ്രീരാമ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. വല്ലവീ വല്ലഭായ തേ നമഃ. വല്ലവീ വല്ലഭായ തേ നമഃ. വല്ലവികളുടെ വല്ലഭനായിട്ടുള്ള, വല്ലവികളെ ഗോപസ്ത്രീകള്, ആ ഗോപസ്ത്രീകളുടെ വല്ലഭനായിട്ടുള്ള തേ നമഃ, അങ്ങക്ക് നമസ്കാരം. അർച്ചിതായ, അർച്ചിതായ, അർച്ചിക്കപ്പെടുന്നതായ, അതായത് എല്ലാ സകല ലോകരാലും
അർച്ചിതനായിട്ടുള്ള, അർച്ചിക്കപ്പെടുന്നതായിട്ടുള്ള, പൂജിക്കപ്പെടുന്നതായ അങ്ങക്ക് നമസ്കാരം. അർച്ചിതായ ആത്മനെ, ആത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം. കംസവിധ്വംസിനെ, കംസനെ ധ്വംസിച്ചതായിട്ടുള്ള, കംസന്റെ വിധ്വംസകനായിട്ടുള്ള, കംസനെ വസിച്ചതായിട്ടുള്ള അങ്ങക്ക് നമസ്കാരം. വംശിനെ, വംശത്തോടു കൂടിയ, വംശം ച ഓടക്കുഴല്, ആ കംസവിധ്വംസിനെ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശക്തി, വീരസ്വഭാവം ആണ് അല്ലെങ്കിൽ അവിടെ പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ അഖങ്ങളുള്ളതായിട്ടുള്ള ദ്വേഷം, അതാണ് അവിടെ കംസവിധ്വംസിനെ. കംസൻ എന്ന് വെച്ചാൽ അവിടെ പാപങ്ങളാണ് പറയുന്നത്, പാപങ്ങളെ, അഖങ്ങളെയാണ് അവിടെ കംസൻ എന്നുള്ള പദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പാപങ്ങളെ മുഴുവൻ വിധ്വംസിക്കുന്നതായിട്ടുള്ള, നശിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. വംശിനെ, വംശം എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ് ആ വംശം. അപ്പൊ അവിടെ ആ വളരെ ലളിതമായിട്ടുള്ള, മധുരമായിട്ടുള്ള ഒരു ഭാഗം, ഭഗവാന്റെ രൂപം, അതാണ് അവിടെ വംശിനെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേ നമഃ, അങ്ങക്ക് നമസ്കാരം. ഉഗ്രരൂപിയും മൃദുല സ്വരൂപനുമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ ഒരുമിച്ച് പറയാണ് അവിടെ ചെയ്യുന്നത്. ഇനി 4-ാമത്തെ ശ്ലോകം. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവാജിത ശ്രീനിധേ അച്യുതാനന്ദ ഹേ മാധവാധോക്ഷജ ദ്വാരകാനായക ദ്രൗപദീ രക്ഷക. കൃഷ്ണ ഗോവിന്ദ. അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ, ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോക്കളെ ജയിച്ചവൻ എന്നുള്ളതാണ്. ഗോക്കള് എന്ന് പറയുമ്പോൾ, ഗോക്കള് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഗോ ശബ്ദത്തിന് അനവധി അർത്ഥങ്ങളുണ്ട്. ഇവിടെ കൃഷ്ണാവതാരത്തിലാണെന്നുണ്ടെങ്കിൽ ഗോക്കളെ സംരക്ഷിച്ചും കൊണ്ട് നടന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഇനി ഗോവിന്ദ എന്നുള്ളത്, മറ്റത് ഗോവ എന്നുള്ളതിന് വേദങ്ങൾ എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട്. എല്ലാ ശബ്ദവും വാഗ്രൂപം ആയിട്ടുള്ളതായിട്ടുള്ള എല്ലാം തന്നെ അതൊക്കെ ഗോവാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഗോക്കളെ മുഴുവൻ സ്വായത്തമാക്കിയിട്ടുള്ളവൻ എന്നുള്ള അർത്ഥം ഗോവിന്ദ ശബ്ദത്തിനുണ്ട്. അപ്പൊ അതവിടെ വേദങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുള്ളതായ അല്ലയോ ഭഗവാനെ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപതേ, ശ്രീയുടെ ലക്ഷ്മി ഭഗവതിയുടെ പതിയായിട്ടുള്ള ഭഗവാനെ. വാസുദേവ അജിത, അജിതൻ എന്ന് പറയുമ്പോൾ ജയിക്കപ്പെടാത്തവൻ, ആരാലും ജയിക്കപ്പെടാത്തവനായിട്ടുള്ള, അല്ലയോ ജിതൻ അല്ല, ജയിച്ചവൻ, ജയിക്കപ്പെട്ടവൻ ജിതൻ, ജയിക്കപ്പെടാത്തവൻ, ആർക്കും അദ്ദേഹത്തിനെ തോൽപ്പിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ശ്രീനിധേ, ശ്രീയുടെ നിധിയാണ്, അതായത് ഐശ്വര്യം. ശ്രീ എന്നുള്ളത് അവിടെ ഐശ്വര്യം എന്നുള്ള അർത്ഥത്തിലാണ്. ശ്രീനിധേ, ശ്രീയുടെ ഐശ്വര്യത്തിന്റെ നിധിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഇനി അച്യുത അനന്ത. അച്യുതൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ച്യുതി ഇല്ലാത്തവൻ. അനന്ത, അനന്തൻ, അന്തം ഇല്ലാത്തവൻ. അന്തം എന്ന് വെച്ചാൽ അവസാനം, അവസാനം ഇല്ല, ആദിയും അവസാനവും ഇല്ലാത്തവനാണ് ഭഗവാൻ എന്നുള്ളതാണ്. അപ്പൊ അവിടെ അനന്തൻ എന്ന് പറയുമ്പോൾ അന്തമില്ലാത്തവൻ, ആദിയും ഇല്ലാത്തവൻ എന്നുള്ളത് അവിടെ കിട്ടിക്കോടും കൂടെ. അച്യുത അനന്ത ഹേ മാധവ. മാധവ എന്നവിടെ മാധവൻ, ലക്ഷ്മി ഭർത്താവ് എന്ന്. മാധവ അധോക്ഷജ, അവിടെ പദം മുറിക്കുമ്പോൾ മാധവ അധോക്ഷജ എന്ന് പദം മുറിക്കണം. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അക്ഷങ്ങള് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങള്. ഇന്ദ്രിയങ്ങളെല്ലാം അധീനത്തിനായിട്ടുള്ളവൻ, താഴെ ആയിട്ടുള്ളവൻ എന്ന് വെച്ചാൽ അതിന്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഉപരി വർത്തിക്കുന്നവൻ എന്ന്. അതായത് ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഉപരി വർത്തിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം സ്വാധീനിച്ചിട്ടുള്ളവൻ, അത് ഇന്ദ്രിയങ്ങളെയെല്ലാം വശത്താക്കിയിട്ടുള്ളവൻ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവൻ എന്നർത്ഥം. അധോക്ഷജ ദ്വാരകാനായക, ദ്വാരകയിലെ നായകനായിട്ടുള്ള ഭഗവാനെ. അവിടെ കഥയിലെ പറയുമ്പോൾ ദ്വാരകയിൽ അവസാനം വധിച്ചു എന്നുള്ളതുണ്ടല്ലോ, ആ ദ്വാരകയുടെ നായകനായിട്ടുള്ള ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ ദ്വാരകാനായക. ദ്രൗപദീ രക്ഷക, ദ്രൗപദിയുടെ രക്ഷകനായിട്ട് പല പ്രാവശ്യം എത്തിയിട്ടുണ്ട് ഭഗവാൻ എന്നുള്ളതാണ്. കൃഷ്ണൻ ദ്രൗപദിയെ രക്ഷിക്കാനായിട്ട് എവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള നിശ്ചയില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ദ്രൗപദി രക്ഷക, ദ്രൗപദിയുടെ രക്ഷകനായിട്ടുള്ള ഭഗവാനെ. അതായത് വസ്ത്രം ഇതായിട്ടുള്ള സദസ്സില് വെച്ച് ആ സമയത്ത് ദുശാസനൻ വസ്ത്രം അഴിക്കാൻ തുടങ്ങിയതായിട്ടുള്ള സമയത്ത്, പിന്നെ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് അക്ഷയപാത്രം
അത് ദ്രൗപദിയുടെ ഭക്ഷണം കഴിഞ്ഞ സമയത്ത് ദുർവാസസും അനുയായികളും ഒക്കെ കൂടി വന്ന സമയത്ത് ദ്രൗപദി നിലവിളിച്ചതും ഒക്കെ ഭഗവാനെ തന്നെയായിരുന്നു. എല്ലാ ദിക്കിലും ആ ഭഗവാൻ ദ്രൗപദിയുടെ രക്ഷകനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ശ്ലോകം. രാക്ഷസക്ഷോഭിത സീതയാ ശോഭിതോ ദണ്ഡകാരണ്യ പുണ്യരാകാരണ ലക്ഷ്മണേന അന്വിതോ വാനരൈ സേവിതോ അഗസ്ത്യ സംഭൂജിതോ രാഘവ പാതുമം സേവിതോ അഗസ്ത്യ സംഭൂജിതോ എന്ന് ഒന്നിച്ചു വായിക്കണം. രാഘവ പാതുമം. അപ്പൊ അവിടെ ശ്രീരാമനെയാണ് ആ ശ്ലോകത്തിൽ മുഴുവനെ പറയുന്നത്, ശ്രീരാമനെയാണ്. രാക്ഷസ ക്ഷോഭിത, രാക്ഷസന്മാരാൽ ക്ഷോഭിതനായിട്ടുള്ള, ക്ഷോഭത്തെ പ്രാപിച്ചവൻ. രാക്ഷസന്മാരോട് ക്ഷോഭം വന്നിട്ട് രാക്ഷസ നിഗ്രഹത്തിനായിട്ട് പുറപ്പെട്ടു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ രാക്ഷസ ക്ഷോഭിത എന്ന് വെച്ചാൽ രാക്ഷസന്മാർക്കിടയിൽ ക്ഷോഭം ഉണ്ടാക്കിയവൻ. അവരെ വധിച്ചതുകൊണ്ട് അവർക്ക് ക്ഷോഭം ഉണ്ടാക്കിയ, യുദ്ധത്തിനായി ചെന്ന് രാക്ഷസന്മാർക്കിടയിൽ ക്ഷോഭം ഉണ്ടാക്കിയതായ ഭഗവാൻ. രണ്ടായാലും നിരോധന. സീതയാ ശോഭിത, സീതയോടുകൂടി ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാൻ. സീതയുടെ ഭർത്താവായി ആ രാക്ഷസനെ വധിച്ചതിന് ശേഷം സീതയോടുകൂടി വസിച്ചതായിട്ടുള്ള അല്ലയോ ഭഗവാൻ. ശോഭിത. ദണ്ഡകാരണ്യ ഭൂപുണ്യതാകാരണ, ദണ്ഡകാരണ്യത്തിൽ ഒരുപാട് കാലം വസിക്കേണ്ടായി അവിടെ. അങ്ങനെ ആ ശ്രീരാമന്റെ വാസം കൊണ്ട് തന്നെ ആ ദണ്ഡകാരണ്യം പുണ്യമായി തീർന്നു എന്നുള്ളതാണ്. ദണ്ഡകാരണ്യ ദണ്ഡകാരണ്യമായിട്ടുള്ള ഭൂമി, ദണ്ഡകാരണ്യം എന്നുള്ളതായിട്ടുള്ള ഭൂമി, ആ ഭൂമിക്ക് പുണ്യത ഉണ്ടാക്കി തീർത്തതായിട്ടുള്ള, പുണ്യതയ്ക്ക് കാരണമായി തീർന്ന അല്ലയോ ഭഗവാനെ. ദണ്ഡകാരണ്യ ഭൂപുണ്യതാ കാരണ, പുണ്യത്തിന് കാരണമായി തീർന്ന. ഇനി ലക്ഷ്മണേന അന്വിത, ലക്ഷ്മണനോട് കൂടിയതായ ഭഗവാൻ. ലക്ഷ്മണൻ എപ്പോഴും അദ്ദേഹത്തിന്റെ സഹയാത്രികനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ലക്ഷ്മണേന അന്വിത വാനരൈ സേവിത, വാനരന്മാരാൽ സേവിക്കപ്പെട്ടതായ ഭഗവാൻ. അഗസ്ത്യ സംഭൂജിത, സേവിതോ അഗസ്ത്യ സംഭൂജിത. അവിടെ സേവിത അഗസ്ത്യ സംഭൂജിത, അഗസ്ത്യനാൽ, അഗസ്ത്യ മഹർഷിയാൽ പോലും സംഭൂജിതനായി തീർന്ന, പൂജ്യനായി തീർന്ന അല്ലയോ രാഘവ പാതുമാം, പ്രകാരമുള്ള രാഘവൻ എന്നെ രക്ഷിക്കട്ടെ എന്ന്. ഇനി അടുത്ത ശ്ലോകം. ധേനുക അരിഷ്ട അനിഷ്ടകൃദ്വേഷിണം കേശിക കംസകൃത്വംശികാവാദക പൂതനാകോപക സൂരജാഖേലനോ ബാലഗോപാലക പാതുമം സർവദാ. ധേനുക അരിഷ്ട, ധേനുകനെയും അരിഷ്ടനെയും ഹനിച്ചവൻ. ധേനുക അരിഷ്ട, ധേനുകനെയും അരിഷ്ടനെയും വധിച്ചവൻ. അങ്ങനെ അനവധി അസുരന്മാരെ വധിക്കുകയുണ്ടായി ശ്രീകൃഷ്ണ അവതാരത്തില്. ധേനുകനെ വധിച്ചു. ധേനുകനെ വധിച്ചത് ശ്രീകൃഷ്ണനല്ല, വാസ്തവത്തിൽ പറയുന്ന കഥകളിൽ പറയുന്ന, ഭാഗവതത്തിലൊക്കെ പറയണത് ബലരാമൻ വധിച്ചതായിട്ടാണ്. പക്ഷെ ആ ബലരാമനോട് കൂടി ശ്രീകൃഷ്ണൻ തന്നെയാണ്, രണ്ടാളും കൂടിയിട്ട് ആണ് ധേനുകനെ വധിച്ചതും എന്നുള്ളതാണ്. അരിഷ്ടൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും വധിച്ചു. അനിഷ്ടകൃത് ദ്വേഷിണാം അനിഷ്ടകൃത്, ദ്വേഷിക്കുന്നവരോട് തന്നെ, ദ്വേഷിക്കുന്നവരോട് ദ്വേഷിക്കുന്നവർക്ക് അനിഷ്ടത്തെ ഉണ്ടാക്കുന്നവൻ. അനിഷ്ടത്തെ ഉണ്ടാക്കുന്നവൻ. ദ്വേഷിണാം അനിഷ്ടകൃത്, ദ്വേഷിക്കുന്നവർക്ക് അനിഷ്ടത്തെ ഉണ്ടാക്കുന്നവൻ. പിന്നെ കേശിഹ, കേശിയെ വസിച്ചവൻ. കംസഹൃത്, കംസനെ ഹരിച്ചവൻ, കംസനെ ഇല്ലാതാക്കിയവൻ. വംശികാവാദക, വംശിക ഓടക്കുഴൽ വാദനം ചെയ്തവൻ, ഓടക്കുഴൽ വിളിച്ചവൻ. പിന്നെ പൂതനാകോപക, പൂതനയെ കോപിപ്പിച്ചവൻ. സൂരജാഖേലന, എന്നാൽ അതേ സമയത്ത് സൂരജയിൽ, യമുനയിൽ ഖേലനം ചെയ്തു, കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഗോപസ്ത്രീകളോടുകൂടി യമുനാ നദിയിൽ ക്രീഡകൾ ചെയ്തതായിട്ടുള്ള അല്ലെ ഭഗവാൻ എന്നുള്ളതാണ്. സൂരജാഖേലന ബാലഗോപാലക, പ്രകാരമുള്ളതായ ആ ബാലഗോപാലകൻ പാതു മാം സർവദാ, എന്നെ സർവദാ എല്ലായ്പ്പോഴും പാതു രക്ഷിക്കട്ടെ. സർവദാ മാം പാതു, എല്ലായ്പ്പോഴും എന്നെ രക്ഷിക്കട്ടെ എന്ന്. വിദ്യുതുദ്യോതവത് പ്രസ്ഫുരദ്വാസസം പ്രാവൃഢം ബോധവത് പൗല്ലസത് വിഗ്രഹം വന്യയാ മാലയാ ശോഭിതോരസ്ഥലം
ലോഹിതാന്ധൃദ്വയം വാരിജാക്ഷം ഭജേ. വാരിജാക്ഷം ഭജേ. വാരിജം പോലെയുള്ളതായിട്ടുള്ള അക്ഷികളോടുകൂടിയ, വാരിജം ച താമര, താമര ദളം പോലെയുള്ള അക്ഷികളോടുകൂടിയ, നയനങ്ങളോടുകൂടിയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. വിദ്യുത്തിന്റെ പ്രകാശം പോലെ പ്രസ്ഫുരത്വാസസം, ശോഭിക്കുന്നതായിട്ടുള്ള വസ്ത്രത്തെ ധരിച്ചവനും, വസ്ത്രത്തോടു കൂടിയവനും, പ്രാവൃഡ് അംബോധവത് പ്രോല്ലസത് വിഗ്രഹം. പ്രാവൃഡ് അംബോധവത്, പ്രാവൃഡ് വർഷക്കാലം, വർഷക്കാലത്തെ അംബോധം പോലെ, അംബോധം മേഘം, അംബത്തെ ദാനം ചെയ്യുന്നത് മേഘം, വർഷക്കാലത്തെ മേഘം പോലെ പ്രോല്ലസത് വിഗ്രഹം, ശോഭിക്കുന്നതായിട്ടുള്ള വിഗ്രഹത്തോടു കൂടിയവനും ശരീരത്തോടു കൂടിയവനും, കർത്ത മേഘത്തിന്റെ ശരീരം നിറമുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടിയവനും, വന്യയാ മാലയാ ശോഭിതോരസ്ഥലം. വന്യയാ മാലയാ, വന്യമാല കൊണ്ട്, പല പൂക്കളും വന്യങ്ങളായിട്ടുള്ള കാട്ടിലുള്ളതായിട്ടുള്ള പൂക്കളൊക്കെ കൊണ്ട് മാല ധരിച്ച്, മാല ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ശോഭിതമായ, ശോഭിക്കുന്നതായ സ്ഥലത്തോടു കൂടിയവനും, ലോഹിത അംഘ്രിദ്വയം, ലോഹിതമായ രക്തവർണമായ 2 കാലടികളോട് കൂടിയവനും, അംഘ്രി കാലടി, ലോഹിത അംഘ്രിദ്വയം വാരിജാക്ഷം ഭജേ. അപ്രകാരമുള്ള വാരിജാക്ഷനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. ഇനി കുഞ്ചിതൈ കുന്തളേർ ഭാജമാനാനനം രത്നമൗലിം ലസത്കുണ്ടലം ഗണ്ഡയോഹോ ഹാരകേയൂരകം കങ്കണപ്രോജ്വലം കിങ്കിണി മഞ്ജുളം ശ്യാമളം തം ഭജേ. ശ്യാമളം തം ഭജേ. ശ്യാമളവർണ്ണത്തിലുള്ളതായ ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ശ്യാമളം തം ഭജേ. ഇനി കുഞ്ചിതൈ കുന്തളൈ, ചുരുണ്ട, കുഞ്ചിതം ചാൽ വളഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ചുരുണ്ട തലമുടി കൊണ്ട് രാജമാനാനനം, രാജമാനമാകുന്ന ശോഭിക്കുന്നതായ ആനനത്തോടു കൂടിയ മുഖത്തോടു കൂടിയവനും, രത്നമൗലിം, രത്നം പതിച്ചതായിട്ടുള്ള മൗലിയോടു കൂടിയവനും, കിരീടത്തോടു കൂടിയവനും, ലസത് കുണ്ടലം, കുണ്ടലങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവനും, കുണ്ടലം എന്ന് പറയുമ്പോൾ കർണാഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവനും, ഗണ്ഡയോഹോ ലസത് കുണ്ടലം എന്ന്, ഗണ്ഡങ്ങളിൽ, കവിട്ടറങ്ങളിൽ ശോഭിക്കുന്നതായിട്ടുള്ള കുണ്ടലങ്ങളോട് കൂടിയവനും, ഹാരകേയൂരകം, ഹാരങ്ങളും മുത്തുമാലകളും, കേയൂരം തോൾവളകളും ധരിച്ചവനും, ഹാരകേയൂരകം കങ്കണ പ്രോജ്വലം, കങ്കണം കൊണ്ട്, വളകൾ കൊണ്ട് പ്രോജ്വലം ശോഭിക്കുന്നവനും, കിങ്കിണി മഞ്ജുളം, കിങ്കിണികൾ കൊണ്ട് മനോഹരനായിരിക്കുന്നവനും, ശ്യാമളം തം ഭജേ. ശ്യാമളവർണ്ണനുമായിട്ടുള്ള ആ ഭഗവാനെ ഭജിക്കുന്നു. ഇനി അപ്പൊ 8 ശ്ലോകവും അവിടെ കഴിഞ്ഞു, 8 അഷ്ടകം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അതില് അവസാനമായിട്ട് ഈ അഷ്ടകം ചൊല്ലുന്നത് കൊണ്ടുള്ളതായിട്ട് ഒരു ഫലശ്രുതിയാണ് അടുത്തതായിട്ട് പറയുന്നത്. അച്യുതസ്യാഷ്ടകം യപ്പഠേദിഷ്ടദം പ്രേമത പ്രത്യഹം പുരുഷ സസ്പൃഹം വൃത്തത സുന്ദരം കർത്തൃവിശ്വംഭരസ്തസ്യ വശ്യോ ഹരിർജായതേ സത്വരം. അച്യുതസ്യ അഷ്ടകം, അച്യുതനെ സംബന്ധിച്ചതായിട്ടുള്ള ഈ അഷ്ടകം 8 ശ്ലോകങ്ങളുടെ സമൂഹം, 8 ശ്ലോകങ്ങൾ എന്നതായിട്ടുള്ള ഈ സ്തോത്രം. പഠേത് ഇഷ്ടദം, ഇഷ്ടത്തെ മുഴുവൻ നൽകുന്നത്, ഇഷ്ടം ദദാതി ഇതി ഇഷ്ടദം, ഇഷ്ടത്തെ നൽകുന്നതായിട്ടുള്ള ഈ അച്യുതനെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള അഷ്ടകത്തെ യഹ പഠേത്, ആരാണോ പഠിക്കുന്നത്, പ്രേമത, എങ്ങനെ, പ്രേമത്തോടുകൂടി, ഭക്തിയോട് കൂടിയിട്ട് വേണം, അതില്ലാതെ കണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. പ്രേമത പ്രത്യഹം ദിവസേന പൂരുഷ, യഹ പൂരുഷ, ഏത് പുരുഷനാണോ, അതായത് ആരാണോ എന്നുള്ളതേ ഉള്ളൂ. സസ്പൃഹം, സ്പൃഹയോടുകൂടി ഭഗവാന്റെ പ്രീതി വരണം എന്നുള്ളതായിട്ട് ഭഗവത് ഭക്തിയോടുകൂടി ആരാണോ ഇത് ചൊല്ലുന്നത്, വൃത്തത സുന്ദരം, വൃത്തം കൊണ്ട് വളരെ സുന്ദരമാണ്, നല്ല മനോഹരമായിട്ടുള്ള വൃത്തത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. വൃത്തത സുന്ദരം കർത്തൃവിശ്വംഭരസ്തസ്യ വശ്യോ ഹരിർജായവേ സത്വരം. അതിന്റെ വിശ്വംഭരനായിട്ടുള്ള, വിശ്വത്തെ മുഴുവൻ ഭരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ, വിശ്വംഭര, കർത്താവായിട്ടുള്ള, എങ്ങനെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കർത്താവായിട്ടുള്ള ആ വിശ്വംഭരൻ, തസ്യ വശ്യ ഹരിഹി, അങ്ങനെയുള്ളതായിട്ടുള്ള ഹരി ആ പുരുഷന് വശ്യനായിട്ട് തീരുന്നു, വശത്തായിട്ട് തീരുന്നു, അധീനനായിട്ട് തീരുന്നു എന്നർത്ഥം. അപ്പോൾ അച്യുതാഷ്ടകം കഴിഞ്ഞു.
ഇനി അടുത്തത് ഗോവിന്ദാഷ്ടകമാണ്. അടുത്തത് അതിലേക്ക് ചെല്ലാം. ഗോവിന്ദനെ കുറിച്ച് അത് കുറച്ചുകൂടി ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ളതാണ് ആ ഗോവിന്ദാഷ്ടകം മുഴുവൻ. ഒരുവിധം ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിനെയാണ് അധികമായിട്ട് പറയണത്. അതിന്റെ അപ്പുറത്തേക്കും പറയുന്നുണ്ട്, ഇല്ല. പക്ഷെ പൊതുവെ ബാലഗോപാലനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കൃതിയാണ് ഗോവിന്ദാഷ്ടകം എന്ന് പറയണത്. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാരം പരമാകാശം ഓഷ്ടപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം മായാകൽപ്പിത നാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം പ്രണമത. പരമാനന്ദനായിട്ടുള്ള ഗോവിന്ദനെ പ്രണമിക്കുവിൻ. എല്ലാവർക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആനന്ദത്തെ നൽകുന്നതായിട്ടുള്ള ആ ഗോവിന്ദനെ ഭജിക്കുവിൻ, പ്രണമത ഭജിക്കുവിൻ, നിങ്ങൾ ഭജിക്കുവിൻ എന്ന്. ഞാൻ ഗോവിന്ദന്റെ വിശേഷണാണ് ബാക്കിയൊക്കെ. സത്യം, സത്യസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ, അനന്തനാണ്. ആദി മധ്യങ്ങളൊന്നുമില്ല, ആദി അവസാനമൊന്നുമില്ല, അനന്തനാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും ആയിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാനെ ഭജിക്കുവിൻ. നിത്യം, നിത്യനാണ് ഭഗവാൻ എന്നുള്ളതാണ്. നിത്യനാണ് എന്നുള്ളത് കൊണ്ട് ജനനമില്ല മരണമില്ല എന്നുള്ളതാണ്. നിത്യം. അനാകാരം, ആകാരം ഒന്നുമില്ല ഭഗവാൻ. വാസ്തവത്തില് ഈ കൃഷ്ണനായിട്ട് അവതരിച്ചു, രാമനായിട്ട് അവതരിച്ചു എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോരോ ഇത് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് ആ ഭഗവാന് സ്വതേളമായിട്ടുള്ള ആ ഭഗവാന് ആകാരമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ തന്നെ പറയുന്നത്. പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള ആശയം അത് എല്ലാ സ്തോത്രങ്ങളിലും വരുത്തുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ്. അനാകാരം, ആകാരമില്ലാത്തതായും പരമാകാശം, ആകാശം പോലെ ആ വ്യാപിച്ച് സർവത്ര വ്യാപിച്ച് നിൽക്കണതാണ് ആ ഭഗവാൻ എന്നുള്ളതാണ്. പരമാകാശം, ഒരു അദ്ദേഹം ഇല്ലാത്തതായിട്ടുള്ള ഒരു പഴുതുമില്ല, ഒരു ദിക്കിലും അദ്ദേഹം ഇല്ലാണ്ടേ ഇല്ല. ആകാശം എല്ലാ ദിക്കിലും ആണല്ലോ, എല്ലാ ദിക്കിലും വ്യാപിച്ച് നിൽക്കുകയാണ്. ആകാശം ഇല്ലാത്തതായിട്ടൊരു വസ്തുവില്ല. ആകാശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിൽ കാണുന്നത് എന്നുള്ളതല്ല അർത്ഥം, അവിടെ സ്പേസ് എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിനെയാണ് ആകാശം എന്നുള്ളത് കൊണ്ട് സംസ്കൃതത്തിന്റെ പല ദിക്കുകളിലും പറയുന്നത്. അപ്പൊ ഇവിടെ പരമാകാശം എന്നുള്ളത് അങ്ങനെ വ്യാപ്തമായിട്ട് സർവത്ര വ്യാപിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ സ്പേസിനെയാണ് ആകാശം. അതുപോലെയുള്ളതാണ് ഭഗവാനും എന്നുള്ളതാണ്. ഗോഷ്ഠപ്രാങ്കണ രിംഗണലോലമനായാസം പരമായാസം. അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം ഗോഷ്ഠത്തിൽ, ആ വ്രജത്തിൽ, പ്രാങ്കണ ലിംഗണ ലോലം, ആ അവിടത്തുള്ളതായിട്ടുള്ള മുറ്റത്ത്, പ്രാങ്കണം മുറ്റം, അവിടെയുള്ളതായിട്ടുള്ള മുറ്റത്തൊക്കെ ലിംഗണം മുട്ടുകുത്തി നടക്കുക. മുട്ടുകുത്തി ഇഴയിലെന്നൊക്കെ പറയും പ്രാങ്കണം എന്നുള്ളതിന്. അവിടെ മുട്ടുകുത്തി നടക്കുന്നതിൽ ലോലനാണ്, വലിയ തൽപരനാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഉരുളും വലിച്ചും കൊണ്ട് പോയില്ലേ. അപ്പൊ അതുമാതിരി ആ മുറ്റത്ത് മുഴുവനെ നടക്കാൻ മുട്ടുകുത്തി നടക്കണ പ്രായത്തിലും അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. രിംഗണ ലോലം അനായാസം പരമായാസം. അനായാസം, അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഭഗവാന്, എന്തിനും ബുദ്ധിമുട്ടില്ല. എന്നാലോ ഈ മുട്ടുകുത്തി നടക്കാൻ എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണെന്ന് അടിക്കും ചെയ്യും. അനായാസം പരമായാസം, ഏറ്റവും ആയാസമായിട്ടും തോന്നിക്കും കണ്ടാൽ, ബാക്കിയുള്ളവർക്ക് കണ്ടാൽ ഓ ഇപ്പൊ വീണു പോവോ എന്നൊക്കെ തോന്നിക്കണ വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഒന്നിനും ഇല്ല എന്നുള്ളതാണ്. മായാ കൽപ്പിത നാനാകാരം, മായ കൊണ്ട് പല ആകാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അനവധി വേഷങ്ങൾ ധരിച്ചു അദ്ദേഹം, അനവധി അവതാരങ്ങൾ സ്വീകരിച്ചു. അവതാരങ്ങളിൽ തന്നെ എന്തെല്ലാം വേഷങ്ങൾ ധരിച്ചു അദ്ദേഹം എന്നുള്ളതാണ്. മായാകൽപ്പിത നാനാകാരം. അനാകാരം എന്ന അദ്ദേഹത്തിന് ആകാരമുണ്ടോ? യാതൊരു ആകാരവും ഇല്ല അദ്ദേഹത്തിന്. ഇന്ന രൂപം, അദ്ദേഹത്തിന്റെ രൂപം ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ആകാരം ഇല്ലാത്തവനാണ്. എന്നാൽ ഭുവനാകാരം, ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം തന്നെയാണ്. ഇനി ആ പ്രപഞ്ചം മുഴുവനാകുന്ന ആകാരത്തോടു കൂടിയവനാണ്. എന്നാൽ അദ്ദേഹത്തിന് ആകാരമുണ്ടോ? അതില്ല ഇനി. എന്നാൽ മായ കൊണ്ട് കൽപ്പിതങ്ങളായിട്ട് അനവധി ആകാരങ്ങളെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ഷമാനാഥം, ക്ഷമാ ലക്ഷ്മി ഭഗവതി, ക്ഷമാ ഭൂമിദേവി, മാ ലക്ഷ്മി ദേവി. അപ്പോ മാ ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും നാഥനാണ്. ക്ഷമാനാഥം,
അനാഥം. എന്നാൽ ഭഗവാന് വേറൊരു നാഥനുണ്ടോ? അപ്പൊ നമുക്കൊക്കെ ഭഗവാൻ നാഥനായിട്ടുണ്ട്. ഭഗവാന് ആരെങ്കിലും നാഥനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അനാഥനാണ്. ഭഗവാന്റെ മീതെ ഒരു നാഥൻ എന്നുള്ളത് ഇല്ല. അപ്പൊ ഭഗവാൻ അനാഥനാണ് എന്നുള്ളതാണ്. സ്വാനാഥം അനാഥം പ്രണമത. അങ്ങനെയുള്ളതായിട്ടുള്ള ആ പരമാനന്ദനായിട്ടുള്ള ഗോവിന്ദനെ പ്രണമിക്കുവിൻ. മൃസ്നാമത്സീതി യശോദാപാടനശൈശവസത്രാസം വ്യാധിതവക്ത്രാലോകിത ലോകാലോക ചതുർദശലോകാളിൻ ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. മൃസ്നാം അത്സി. അത്സി നീ ഭക്ഷിക്കുന്നു. അത്സി ഭക്ഷിക്കുന്നു. അത്തി എന്നുള്ളതിന്റെ മധ്യമപുരുഷനാണ് അത്സി എന്ന്. മൃസ്നാം മണ്ണ്. നീ മണ്ണ് ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന്. മൃസ്നാം അത്സി ഇഹ. ഇഹ ഇവിടെ. ഇഹ ഇതി എന്നിങ്ങനെ. നീ ഇവിടെ മണ്ണ് ഭക്ഷിച്ചുവോ? മണ്ണ് കതുങ്ങിയേ എന്നിങ്ങനെ യശോദാ താടന ശൈശവസത്രാസം. യശോദ തടിക്കുമ്പോൾ യശോദ അടിക്കാനായിട്ട് തുടങ്ങി. അടിക്കാന്ന് വേണമെന്നില്ല, താടനം എന്നുള്ളതിന് ശകാരിച്ചാലും മതി. ആ താടനത്തിൽ ശൈശവസത്രാസം ശിശുവിന്റെ സ്വാഭാവികമായിട്ടുള്ള ത്രാസത്തോടു കൂടിയ പേടി കാണിച്ചുകൊണ്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ നല്ല പേടി കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പേടി കാണിച്ചതായ വ്യാധിതവക്ത്രാലോകിത ലോകാലോക ചതുർദശ ലോകാളിൻ. വ്യാധിതവക്ത്രം ഇപ്പൊ വായ തുറന്നു കൊടുത്തൂലോ. വ്യാധിതമായിട്ട് തുറന്ന വായിൽ ആലോകിതം കാണിച്ചു കൊടുത്തു യശോദയ്ക്ക് എന്നാണ്. ആലോകിത ലോകാലോകം ലോകാലോക പർവ്വതം കാണിച്ചു കൊടുത്തു. ഇനി അതുമാതിരി ചതുർദശ ലോകാളി. 14 ലോകങ്ങളുടെ നിര, സമൂഹം. അളി എന്ന് വെച്ചാൽ കൂട്ടം. ചതുർദശ ലോകാളി 14 ലോകങ്ങളും യശോദയ്ക്ക് വായിൽ കാണിച്ചു കൊടുത്തു. ഈ ലോകാലോക പർവ്വതവും 14 ലോകങ്ങളും ഒക്കെ ആ കാണിച്ചു കൊടുത്തതായിട്ടുള്ള. പിന്നെ ലോകത്രയ പുര മൂലസ്തംഭം. ലോകത്രയ പുരം 3 ലോകങ്ങളാകുന്ന പുരം, നഗരം. ആ നഗരങ്ങളെ 3 ലോകങ്ങളെയും ഒരു നഗരമായിട്ട് കണക്കാക്കുകയാണ്. അങ്ങനെ ആ നഗരത്തിന്റെ സ്തംഭം, മൂലസ്തംഭം, അതിന്റെ കാരണമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളതായ ആ തൂണിലാണ് ഈ 3 ലോകങ്ങളും നിൽക്കുന്നത് എന്നാണ്. മൂലസ്തംഭം ലോകാലോകം അനാലോകം. ഇനി ലോകത്തിന് മുഴുവൻ ആലോകനാണ്, കാണാൻ സാധിക്കാത്തവനാണ്. ലോകാലോകം ലോകത്തിന് മുഴുവൻ കാണാൻ സാധിക്കാത്തവനും. ലോകാലോകം അനാലോകം. ആലോകം ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള ഭഗവാൻ. ലോകേശം ലോകത്തിന് മുഴുവൻ ഈശനായിട്ടുള്ളവനും പരമേശം ഏറ്റവും വലിയ ഈശ്വരനായിട്ടുള്ളവനും ആയിട്ടുള്ള ഗോവിന്ദം പരമാനന്ദം പ്രണമത എന്ന്. ഇനി ലോകാലോകം എന്നുള്ളതിന് ലോകത്തിന്റെ മുഴുവൻ പ്രകാശം എന്നും പറയാം. ലോകത്തിന്റെ ആലോകമായിട്ടുള്ള പ്രകാശമായിട്ടുള്ള ഭഗവാൻ എന്നുള്ളത്. ഈ ത്രൈവിഷ്ടപരിഭുവീരഘ്നം ക്ഷിതിഭാരഘ്നം ഭവരോഗഘ്നം കൈവല്യം നവനീതാഹാരമനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസമനാഭാസം ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടപരിഭുവീരഘ്നം. ത്രൈവിഷ്ടപത്തിന്റെ, അതായത് ത്രൈവിഷ്ടപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിനെയാണ് പറയണത്. ആ സ്വർഗത്തിന്റെ ശത്രുക്കള്, ആ ശത്രുക്കളായിട്ടുള്ള വീരന്മാരെയൊക്കെ ഹനിച്ചവൻ, അസുരന്മാരെ മുഴുവൻ ഹനിച്ചവനും. ക്ഷിതിഭാരഘ്നം ഭൂമിയുടെ ഭാരത്തെ ഹനിച്ചവനും, ഭാരഘ്നം ഭാരത്തെ ഹനിച്ചവനും. പിന്നെ ഭവരോഗഘ്നം സംസാരമാകുന്ന ആ രോഗം. സംസാരം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്നാണ്. സംസാരം എന്ന് വെച്ചാൽ ജനനമരണം തന്നെ. ആ ജനനമരണമാകുന്ന ആ രോഗത്തെ ഹനിക്കാമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ വേണം എന്നുള്ളതാണ്. ആ രോഗം, സംസാരമാകുന്ന രോഗത്തെ ഹനിക്കുന്നവനും. കൈവല്യം ഏകനാണ്, കേവലനാണ്, വേറെ ഒന്നിനായിട്ടും ബന്ധമില്ല. വാസ്തവത്തില് അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ. കൈവല്യം നവനീതാഹാരം അനാഹാരം ഭുവനാഹാരം. നവനീതാഹാരം അനാഹാരം ഭക്ഷണമൊന്നുമില്ല. അദ്ദേഹത്തിന് ഭക്ഷണം വേണ്ട. എന്താ വെച്ചാൽ ലോകം മുഴുവൻ അദ്ദേഹം തന്നെയല്ലേ. അപ്പോ ഭക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അനാഹാരം, എന്നാലും നവനീതാഹാരം, വെണ്ണ തിന്നാനും മോഹമുണ്ട്.
എന്നുള്ളതാണ്. നവനീതാഹാരം, നവനീതം വെണ്ണ ആഹരിക്കുന്നവനും അനാഹാരം വാസ്തവത്തിൽ ഭക്ഷണമൊന്നും ഇല്ലാത്തവനും വേണ്ടാത്തവനും ഭുവനാഹാരം ഭുവനം മുഴുവൻ ആഹാരമായിട്ടുള്ളവനാണ് എന്നാണ്. ഭുവനം മുഴുവൻ ലോകം മുഴുവൻ ആഹാരമാണെന്ന് വെച്ചാൽ പ്രളയത്തില് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഉദരത്തിൽ തന്നെയാണ് വർത്തിക്കണത് എന്നുള്ളതാണ്. ഉദരത്തിൽ എല്ലാറ്റിനെയും ലയിപ്പിച്ചും കൊണ്ടാണല്ലോ വർത്തിക്കണത്. അപ്പോ ഭുവനാഹാരമാണ് അദ്ദേഹം എന്നാണ്. അങ്ങനെ വൈമല്യ സ്ഫുട ചേതോ വൃത്തി വിശേഷാഭാസം അനാഭാസം. വൈമല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമലത, കളങ്കമില്ലായ്മ എന്നുള്ളതാണ്. നിർമ്മലമായിട്ട് വ്യക്തമായിട്ടുള്ള ചേതോവൃത്തി, മനസ്സിന്റെ വൃത്തി, ആ ബുദ്ധി, മനസ്സ് വളരെ നിർമ്മലമായിട്ടുള്ളതായിട്ടുള്ള മനസ്സോട് കൂടിയ അവരുടെ മനസ്സില് ചേതോവൃത്തിയിൽ വിശേഷാഭാസം പ്രത്യേകിച്ചും പ്രകാശിക്കുന്നു ഭഗവാൻ എന്നുള്ളതാണ്. വിശേഷാഭാസം അനാഭാസം എന്നാൽ അനാഭാസൻ ആണ്. അദ്ദേഹത്തിന് വേറെ ആളുകൾക്ക് നമ്മളെ കാണാൻ പറ്റണില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇവരുടെ ബുദ്ധിയിൽ, ചേതോവൃത്തിയിൽ അദ്ദേഹം പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശൈവം ശിവസ്വരൂപനാണ്, അതായത് മംഗളസ്വരൂപനാണ്. ശൈവം മംഗളസ്വരൂപനാണ്. ശൈവം കേവല ശാന്തം, കേവല ശാന്തനാണ്, കേവലനുമാണ്, ശാന്തനുമാണ്, ശമം ഉള്ളവനാണ്, ശാന്തനുമാണ്. പ്രണമത അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ഗോവിന്ദം പരമാനന്ദം, ആ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഗോവിന്ദനെ ഭജിക്കുവിൻ. ഗോപാലം പ്രഭുലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം ഗോപീഖേലന ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം ഗോഭിർനിഗജിത ഗോവിന്ദ സ്ഫുടനാമാനം ബഹുനാമാനം ഗോചര ദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപാലം പ്രഭുലീലാ വിഗ്രഹ ഗോപാലം, ഗോക്കളെ പാലിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ. ഗോപാലം പ്രഭുലീലാ വിഗ്രഹ ഗോപാലം, ആ പ്രഭുവാണെങ്കിലും ലീലാവിഗ്രഹമായിട്ട് ഒരു കഴിക്കാൻ വേണ്ടിയിട്ട്, തമാശയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗോപാലന്റെ വേഷം ധരിച്ചു എന്നുള്ളതാണ്. വെറുതെ ഒരു ലീലയായിട്ട്, തമാശയായിട്ടാണ് ഈ വേഷങ്ങളൊക്കെ ധരിക്കുന്നത് എന്നുള്ളതാണ്. പ്രഭുലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം, തന്റെ വംശത്തിന് തന്നെ വംശമാകുന്ന സമൂഹത്തെ രക്ഷിച്ചവൻ എന്നുള്ളതാണ്. കുലഗോപാലം ഗോപീഖേലന ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം. ഗോപീഖേലനം ഗോപികളായിട്ട് ഗോപികൾ കളിക്കുന്നതായിട്ടുള്ള ഗോപീഖേലനം, ഗോപികളുടെ ഖേലനത്തിനുള്ളതായ സ്ഥാനമായിട്ടുള്ള, കളിക്കാനുള്ളതായിട്ടുള്ള സ്ഥലമായ ഗോവർദ്ധന പർവ്വതത്തെ ധൃതി ധരിച്ചത് കൊണ്ട് ലീലാലാളിത ഗോപാലം, ആ ലീല കൊണ്ട് ഗോവർദ്ധനത്തെ ധരിക്കുക, ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതായിട്ടുള്ള ലീല കൊണ്ട് ലാളിത ഗോപാലം, ഗോപാലന്മാരെ മുഴുവൻ ലാളിച്ചു, അവരെയൊക്കെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ഗോഭിർനിഗജിത ഗോവിന്ദ സ്ഫുടനാമാനം ബഹുനാമാനം. ഗോഭി വേദങ്ങളെ കൊണ്ട്, വേദങ്ങൾ എന്നുള്ള അർത്ഥമാണ് ഗോശബ്ദത്തിന് അവിടെ. ഗോഭി വേദങ്ങളെ കൊണ്ട്, വേദോക്തികളെ കൊണ്ട് നിഗദിതം പറയപ്പെട്ടതായ ഗോവിന്ദ സ്ഫുടനാമാനം, ഗോവിന്ദൻ എന്ന സ്ഫുടമായ പേരോടുകൂടിയ, ഗോവിന്ദൻ എന്ന് ശ്രുതികളൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്നു. അങ്ങനെ സ്ഫുടമായിട്ടുള്ള നാമത്തോടു കൂടിയവനും. ബഹുനാമാനം എന്നായി ഗോവിന്ദൻ എന്നുള്ള ഒരു പേരാണോ അദ്ദേഹത്തിനുള്ളത്? ബഹുനാമാനം, എത്ര നാമങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് നിശ്ചയില്ല അല്ലേ? ഈ ഗർഗമഹർഷി ഒന്ന് പേരിടാനായിട്ട് വന്നു എന്നാണ് പറയണത്. ഒന്ന് പേരിടാനായിട്ട് വന്നപ്പോ സഹസ്രനാമങ്ങളോടുകൂടിയ ഇദ്ദേഹത്തിനെ എന്ത് പേരാണ് ഞാൻ വിളിക്കുക? സഹസ്രനാമമല്ല, അനന്തനാംനോവാ, സഹസ്രനാംനോപ്പി അനന്തനാംനോവാ. സഹസ്രനാമങ്ങളോ അനന്തനാമങ്ങളോ ഉള്ളതായിട്ടുള്ള ഇദ്ദേഹത്തിനെ എന്ത് പേരിലാണ് ഞാൻ വിളിക്കേണ്ടത് എന്നുള്ളതാണ് ഗർഗമുനിക്ക് സംശയമായി എന്നാണ്. ബഹുനാമാനം, അനവധി നാമങ്ങളോട് കൂടിയ. ഗോധീ ഗോചര ദൂരം, ഗോധീ ഗോചര ദൂരം. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നുള്ളത് അർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങൾക്കും ധീക്കും ബുദ്ധിക്കും ഗോചര ദൂരം, അവരുടെ കാഴ്ചയ്ക്ക് വളരെ ദൂരത്താണ്. ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒന്നും ഭഗവാനെ അറിയാൻ സാധിക്കില്ല.
അവിടെ ആ ഭഗവാനായിട്ട് ഐക്യം അനുഭവം തന്നെയാണ് അദ്ദേഹത്തിനുള്ളതായിട്ടുള്ള വഴി. ഭഗവാനെ അറിയാനുള്ളതായിട്ടുള്ള വഴി കേവലം അനുഭവമാണ് എന്നുള്ളതാണ്. ബോധി ഗോചരൂരം പ്രണമത, അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗോവിന്ദനെ പ്രണമിക്കുവിൻ. ഗോഭിർ അടുത്തത് ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം ഭേദാവസ്ഥമഭേദാഭം ശശ്വത് ഗോകുര നിർധൂതോദ്ഗത ധൂളീധൂസര സൗഭാഗ്യം ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദമചിന്യം ചിന്തിത സദ്ഭാവം ചിന്താമണി മഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡല ഗോഷ്ഠി, ഗോപീമണ്ഡലത്തിലുള്ളതായിട്ടുള്ള ഗോപസ്ത്രീകളുടെ മണ്ഡല സമൂഹം, ആ സമൂഹത്തിലുള്ളതായിട്ടുള്ള ഗോഷ്ഠികള് ഒന്നിച്ചു കൂടിയിട്ടുള്ളതായിട്ടുള്ള മേളനങ്ങള്, ആ ഗോഷ്ഠിഭേദങ്ങളോട് കൂടിയ അങ്ങനെ അനവധി മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഭേദാവസ്ഥം, അങ്ങനെ പലതരത്തിലും ഭേദങ്ങൾ കാണിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷെ അഭേദാഭം, അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഒരു ഭേദവും ഇല്ല, എങ്കിലും ഭേദങ്ങളുണ്ടെന്ന് തോന്നിക്കണു എന്നുള്ളതാണ്. ശശ്വത് ഗോകുര നിർധൂതോൽഗത ധൂളീധൂസര സൗഭാഗ്യം. ശശ്വത് എല്ലായ്പ്പോഴും ഗോകുരങ്ങള്, ഗോക്കളുടെ കുരങ്ങള്, കുളമ്പുകള്, ആ കുളമ്പുകൾ കൊണ്ട് ഉയർത്തപ്പെടുന്നതായിട്ട് നിർധൂതമായിട്ടുള്ള ഉയർത്തപ്പെടുന്നതായിട്ടുള്ള പൊടി പടർത്തുന്നു എന്നുള്ളതാണ്. നിർധൂതോൽഗതം, അങ്ങനെ പൊങ്ങി വരുന്നതായിട്ടുള്ള ധൂളികള്, പൊടികൾ കൊണ്ട് ധൂസര സൗഭാഗ്യം, ആ നിറം, ഭഗവാന്റെ നിറം തന്നെ എപ്പോഴും ആ പൊടി കലർന്നിട്ടുള്ളതായിട്ടുള്ള നിറമായിരുന്നു എന്നുള്ളതാണ്. ആ വ്രജത്തിൽ താമസിക്കുന്നതായിട്ടുള്ള അവസരത്തില് ആ ഗോക്കളുടെ ഒപ്പാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ പൊടി, അവര് ഉയർത്തുന്നതായിട്ടുള്ള പൊടിപടലങ്ങളൊക്കെ ഭഗവാന്റെ ദേഹത്ത് പറ്റിക്കൊണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു രൂപത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ വസിച്ചത് എന്നുള്ളതാണ്. ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദം, ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അദ്ദേഹത്തെ ഭജിക്കുന്നവർക്ക് ഗൃഹീതാനന്ദം, ആനന്ദത്തെ നൽകുന്നു. അവർക്ക് ഗൃഹീതമായിരിക്കുന്നു അത് ആനന്ദം എന്നാണ്. അചിന്യം, ചിന്തിക്കാൻ വയ്യാത്തതാണ് അദ്ദേഹത്തിനെ കുറിച്ച്. ചിന്തിത സദ്ഭാവം, എന്നാൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ, നല്ലവണ്ണം മനനം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെ കുറിച്ച് സത്താണ്. ആ ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ആ സത്വം എന്നുള്ളതുണ്ടല്ലോ, അത് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ മനനം കൊണ്ട് മാത്രമേ, ഭഗവത് രൂപത്തെ നല്ലപോലെ മനനം ചെയ്താൽ മാത്രമേ അത് സാധ്യമാവൂ. ഇനി ചിന്താമണി മഹിമാനം, ചിന്താമണി എന്ന് വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതായിട്ടുള്ള ഒരു രത്നവിശേഷം ആണ് എന്നാണ് സങ്കല്പം. ആ ചിന്താമണി മഹിമാനം, ആ ചിന്താമണിയുടെ മഹിമയോടുകൂടിയവനും ആയിട്ടുള്ള ഗോവിന്ദം പരമാനന്ദം പ്രണമത, അങ്ങനെയുള്ള പരമാനന്ദമായിട്ടുള്ള ഗോവിന്ദനെ പ്രണമിക്കുവിൻ. ഇനി അടുത്ത ശ്ലോകം. സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുദ ഉപാദായ ഉപാരൂഢം വ്യാവിൽസന്ധീരഥ ദിഗ്വസ്ത്രാ ധാതുവാകർഷന്തം താഹ നിർധൂതദ്വയ ശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ഥം തപ്പാമപ്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. സ്നാനവ്യാകുലം, സ്നാനത്തിനായിട്ട് ഇറങ്ങിയതായിട്ടുള്ള അതിൽ വ്യാകുലകളായിട്ടുള്ള യോഷിത്തുകളെ, സ്ത്രീകള്, വ്രജസ്ത്രീകള്, ആ യോഷിത് വസ്ത്രം, അവരുടെ വസ്ത്രത്തെ ഉപാദായ എടുത്തുകൊണ്ട് അകം ഉപാരൂഢം, അകം ചൽ നടക്കാൻ വയ്യാത്തത്, മരം, വൃക്ഷം എന്നുള്ള അർത്ഥത്തിനാണ്. പർവ്വതത്തിനൊക്കെ പറയും അകമെന്ന്, ഇവിടെ വൃക്ഷം എന്നാണ്. വൃക്ഷത്തിന്റെ മുകളിൽ കയറിയതായ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വൃക്ഷത്തിന്റെ മുകളിൽ കയറി വ്യാധിൽ സന്ധീരഥ, അത് കിട്ടാൻ വേണ്ടിയിട്ട്, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവര് അത് ചോദിച്ചു. അപ്പൊ അവിടെ അവരെ വ്യാധിൽ സന്ധീരഥ ദിഗ്വസ്ത്രാ, അവരെ ദിക്കാവുന്ന വസ്ത്രത്തോടു കൂടിയവരാക്കി തീർത്തു, അതായത് വസ്ത്രരഹിതരാക്കിയിട്ട്. ദിഗ്വസ്ത്രാഹ ധാതു ഉപാകർഷന്തം, അത് തിരിച്ചു കൊടുക്കാനായിട്ട് അവരെ ദിഗ്വസ്ത്രകളാക്കി തീർത്ത്, ദിക്കാവുന്ന വസ്ത്രത്തോടു കൂടിയവരാക്കി തീർത്ത് തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. ഇനി നിർധൂത ദ്വയശോക വിമോഹം, എന്നിട്ട് അങ്ങനെ അവരുടെ ആ ദ്വയം, രണ്ട് എന്നുള്ളതായിട്ടുള്ള ചിന്ത ഇല്ലാണ്ടാക്കി. അതായത് ആ വസ്ത്രം എന്നുള്ളതുമായ, വസ്ത്രം തന്നെയാണ് ഈ ശരീരം, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കണതാണ്. ആ ഞാൻ എന്ന് പറയണത് ഈ ശരീരമല്ല, അത് ആത്മാവ് എന്നുള്ളത് വേറെയാണ്.
എന്നുള്ളതായിട്ടുള്ള ആ ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. നിർധൂത ദ്വയം എന്നുള്ളതായിട്ടുള്ള ബോധത്തെ ഇല്ലാണ്ടാക്കി തീർന്നു എന്ന് ശോകവും വിമോഹവും ഒക്കെ ഇല്ലാതാക്കി തീർത്തു എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള നിർധൂതദ്വയ ശോക വിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ഥം, ബുദ്ധം സ്വയം ജ്ഞാനിയാണ്, അതേപോലെ ബുദ്ധേരന്തസ്ഥം ബുദ്ധിയുടെയും ഉള്ളിൽ വസിക്കുന്നവനാണ്. നമ്മുടെയൊക്കെ ബുദ്ധിക്കും ഉള്ളിൽ ആണ് ആത്മാവ് എന്നുള്ളത്, ബുദ്ധിക്കും ഉള്ളിലായിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധേരന്തസ്ഥം ബുദ്ധിയുടെയും ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ മുഹുരത്യന്ത ഗോവിന്ദം പ്രണമത സത്താമാത്ര ശരീരം, സത്താമാത്രമാകുന്ന ശരീരത്തോടു കൂടി ഉമ്മ എന്നുള്ള ഒരേ ശരീരമേ ഉള്ളൂ. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരീരം. അല്ലാണ്ട് ഭഗവാന്റെ കൃഷ്ണന്റെ ശരീരം എന്നുള്ളത് വേറൊന്ന്, ഗോപികമാരുടെ ശരീരം എന്നുള്ളത് വേറൊന്ന്, അങ്ങനെയില്ല. ആ സത്ത എന്നുള്ളത് ഉമ്മ എന്നുള്ള ഒരേ ഒരു ശരീരം, സച്ചിദാനന്ദം എന്നാണല്ലോ പറയണത്. അപ്പോ ആ സച്ചിദാനന്ദ മൂർത്തിയാണ്, സത്താമാത്രമായിട്ടുള്ള ശരീരത്തോടു കൂടിയവനാണ്. ഈ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഈ കാന്തം കാരണകാരണമാദിമനാദിം കാലഘനാഭാസം കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കരിദോഷഘ്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം. കാന്തമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൻ, മനോഹരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൻ, കാലകലാതീതം കാലത്തിന്റെ ഒരു വിധേയനല്ല അദ്ദേഹം. അതായത് ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളതൊന്നുമില്ല, കഴിഞ്ഞു പോയത് പ്രവർത്തമാനം വരാൻ പോകുന്നത് എന്നുള്ളതൊന്നുമില്ല. അങ്ങനെ കാലം എന്നുള്ളതായിട്ടുള്ള കണക്കാക്കല്, കാലത്തിന്റെ കണക്കാക്കല്, ഇന്ന വർഷം ഇത്ര വർഷം ജീവിക്കുക എന്നുള്ളതും അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ അതീതനാണ്. കാലകലാതീതം കലിതാശേഷം കലിതമായിട്ടുള്ള എല്ലാറ്റിനെയും അദ്ദേഹത്തിനാൽ കണക്കാക്കപ്പെടുന്നതാണ് എല്ലാം ഉണ്ടാക്കണത് അദ്ദേഹമാണ്. ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അശേഷത്തിനെ കലിതമാക്കിയിട്ടുള്ളത് അദ്ദേഹമാണ്. ഇനി കലിദോഷഘ്നം, കലികാലത്തിന്റെ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന കലിദോഷഘ്നം കാലത്രയ ഗതിഹേതും, 3 കാലത്തിന്റെയും ഭൂതം വർത്തമാനം ഭാവി എന്നുള്ളതായിട്ടുള്ള 3 കാലത്തെയും നിയന്ത്രിക്കുന്നത്. കാലത്രയ ഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം, അങ്ങനെയുള്ളതായിട്ടുള്ള ഗോവിന്ദനെ പ്രണമിക്കുന്നുവിൻ എന്ന്. ഇനി അടുത്തത് വൃന്ദാവന ഭുവി വൃന്ദാരക ഗണ വൃന്ദാരാധിത വന്ദ്യഘ്രിം കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം സുമഹാനന്ദം വന്ദ്യാശേഷ മഹാമുനിമാനസ വന്ദ്യാനന്ദപദദ്വന്ദ്വം നന്ദ്യാശേഷഗുണാബ്ധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം. വൃന്ദാവന ഭൂവി, വൃന്ദാവനത്തിൽ വൃന്ദാരക ഗണം, വൃന്ദാരകന്മാരെ ദേവന്മാര്, ആ ദേവന്മാരുടെ സമൂഹത്തിന്റെ വൃന്ദം, സമൂഹങ്ങളുടെ വൃന്ദം, അനവധി സമൂഹങ്ങൾ തന്നെയുണ്ട്. അവരുടെ വൃന്ദം സമൂഹം, വൃന്ദ ആരാധിത വന്ദ്യാംഘ്രിം, അവരൊക്കെ ആരാധിക്കുന്നു ഭഗവാന്റെ അംഘ്രികളെ, പാദങ്ങളെ എല്ലാവരും പ്രണമിക്കുന്നു എന്നാണ്. കുന്ദാഭാമല മന്ദസ്മേരം, കുന്തം മുല്ലപ്പൂ പോലെ അതിന്റെ ശോഭയോടുകൂടിയ അമല നിർമ്മലമായിട്ടുള്ള മന്ദസ്മേരം, മന്ദസ്മിതം, അതുകൊണ്ട് ആ ഒരു സുധയെ പോലെയാണ്, അമൃതിനെ പോലെയാണ് എന്നുള്ളതാണ്. സുധാനന്ദം, ആ അമൃതിന്റെ ആനന്ദത്തെ നൽകുന്നതാണ് ഈ മന്ദസ്മിതം എന്നാണ്. ഇനി സുമഹാനന്ദം, ഏറ്റവും വലിയതായിട്ടുള്ള ആനന്ദത്തോടു കൂടിയ ആനന്ദസ്വരൂപനായിട്ടുള്ള വന്ദ്യാശേഷം, വന്ദ്യന്മാരായിട്ടുള്ള എല്ലാ മഹാമുനിമാർക്കും അവരുടെ മാനസം കൊണ്ട്, അവരുടെ മനസ്സുകൊണ്ട് വന്ദ്യ ആനന്ദ പദദ്വന്ദ്വം, വന്ദ്യമായിട്ടുള്ള ആ വന്ദ്യന്മാരായിട്ടുള്ള മഹർഷിമാരും അവരുടെ മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ പദദ്വന്ദ്വത്തെ നമസ്കരിക്കുന്നു എന്നാണ്. വന്ദ്യമായിട്ടുള്ള പദദ്വന്ദ്വത്തോടു കൂടിയ 2 പദങ്ങളോടുകൂടിയ ഭഗവാൻ. ഈ നന്ദ്യാശേഷ ഗുണാബ്ധിം, നന്ദ്യമായിട്ടുള്ള, നന്ദിക്കപ്പെടേണ്ടതായ, പുകഴ്ത്തപ്പെടുന്നതായ, പ്രശംസിക്കപ്പെടേണ്ടതായ അശേഷ ഗുണം, എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. അബ്ധിം ഗുണാബ്ധിം, ഒരു ഗുണങ്ങളുടെ ഒരു സമൂഹം തന്നെയാണ് ഉള്ളത് എന്നാണ്. പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഇനി ഗോവിന്ദാഷ്ടകം കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫലശ്രുതിയാണ്. ഗോവിന്ദാഷ്ടകമേ തദധീതേ ഗോവിന്ദാർപ്പിതചേതോയ ഗോവിന്ദ അച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണേതി ഗോവിന്ദാംഘ്രി സരോജധ്യാന സുധാജലധൗത സമസ്താഹോ ഗോവിന്ദം പരമാനന്ദാമൃതം അന്തസ്ഥം സ തമദ്വേതി. ഗോവിന്ദാഷ്ടകം ഏതത്, ഈ ഗോവിന്ദാഷ്ടകത്തെ അധീതേ ആരാണോ അധ്യയനം ചെയ്യുന്നത്, അധീതേ ഗോവിന്ദാർപ്പിത ചേത, ഗോവിന്ദനിൽ അർപ്പിതമായ അർപ്പിക്കപ്പെട്ട ചേതസ്സോടുകൂടി ആരാണോ ഈ ഗോവിന്ദാഷ്ടകത്തെ പഠിക്കുന്നത്, ഗോവിന്ദ അച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണേരി എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് ഗോവിന്ദ അച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആരാണോ ഈ ഗോവിന്ദാഷ്ടകത്തെ അധ്യയനം ചെയ്യുന്നത്, ഗോവിന്ദ അംഘ്രി സരോജ ധ്യാന, ഗോവിന്ദന്റെ അംഘ്രികള് പാദങ്ങൾ, ആ പാദങ്ങളാകുന്ന സരോജം താമര പോലെയുള്ളതായിട്ടുള്ള പാദങ്ങള്, അതിനെ ധ്യാനിക്കുന്നത് കൊണ്ടുള്ളതായിട്ടുള്ള സുധാജലം, അമൃത പോലെയുള്ളതായിട്ടുള്ള ജലം കൊണ്ട് ധൗതം കഴുകിക്കളയുന്നതായ സമസ്താഖ, എല്ലാ അഖങ്ങളും പാപങ്ങളും, അവരുടെ എല്ലാ പാപങ്ങളെയും ഈ അമൃതജലം, ഏതാണ് അമൃതജലം, ഈ ഗോവിന്ദാംഘ്രി സരോജ ധ്യാനം, ഗോവിന്ദന്റെ പാദങ്ങളെ സ്മരിക്കുക എന്നുള്ളതായിട്ടുള്ള ആ അമൃതതുല്യമായിട്ടുള്ള ജലം, ആ ധ്യാനമാകുന്ന അമൃതതുല്യമായിട്ടുള്ള ജലം കൊണ്ട് കഴുകിക്കളയുന്നതായ സർവപാപങ്ങളോടും കൂടി ഗോവിന്ദം പരമാനന്ദം, പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഗോവിന്ദനെ അമൃതസ്വരൂപനായിട്ടുള്ള, അമൃതം എന്നുവെച്ചാൽ മരണമില്ലാത്തതായിട്ടുള്ള, അന്തസ്ഥം, എല്ലാവരുടെയും ഉള്ളിൽ തന്നെയാണല്ലോ ഉള്ളത്, വേറെ എവിടെയും പുറത്തേക്കൊന്നും പോണ്ട, എല്ലാവരുടെയും ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഗോവിന്ദനെ തന്നെ തം അഭ്യേതി, ആ ഗോവിന്ദനെ പ്രാപിക്കുന്നു എന്ന് അതിന്റെ ഫലശ്രുതി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഏതായാലും നീ കൂടുതൽ വേണമെങ്കിൽ വിസ്തരിക്കാനൊക്കെ സാധിക്കാം, പക്ഷെ വളരെ ലളിതമായിട്ടുള്ളതായിട്ടുള്ള രണ്ടെണ്ണമാണ് ഈ രണ്ടഷ്ടകങ്ങളും എന്നുള്ളതാണ്. മറ്റതിലെ ഗോവിന്ദാഷ്ടകത്തിൽ കുറെ ആ ഗോവിന്ദ കൃഷ്ണ സ്വരൂപവും അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ആ അദ്വൈത സ്വരൂപവും കൂടി കലർത്തിക്കൊണ്ടാണ് ഗോവിന്ദാഷ്ടകം മുഴുവൻ പറയുന്നത്. അത് രണ്ടും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതായിട്ടുള്ള രണ്ട് സ്തോത്രങ്ങളാണ്. ഭംഗി നല്ലപോലെ ഉണ്ട്. ഇനിയും ഗോവിന്ദാഷ്ടകത്തിന് ആ ചൊല്ലാനുള്ളതായിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ഇത്ര നേരം കേട്ടിരുന്നതായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് പ്രത്യേകിച്ച് ഇതിനുള്ളതായിട്ടുള്ള അവസരം എനിക്ക് തന്നതായിട്ടുള്ള ഇതിന്റെ സംഘാടകർക്ക് ഞാൻ ഒന്നുകൂടി വീണ്ടും നന്ദി പറയുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ടീച്ചർ. അച്യുതാഷ്ടവും ഗോവിന്ദാഷ്ടവും വളരെ കൂടുതൽ അറിയാൻ സുഹൃത്തുക്കളായ നമുക്ക് ഭാരതി ടീച്ചർ ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഇന്ന് വരെയുള്ള ക്ലാസ്സുകളിലൂടെ സാധിച്ചു എന്നതിലുള്ള സന്തോഷമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്ത് നമ്മളെ 25 ഭാരതി അസലായി നല്ലോണം സന്തോഷായി. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാനോ എന്നെ പരിചയപ്പെടുത്താനൊന്നുമില്ല. ഭാരതീയ കുട്ടിക്കാലത്ത് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്, എഴുത്തിയാണ്. സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ നമ്മള് 25ാമത്തെ ദിവസമാണ് ഈ ശങ്കരദർശനം വെബിനാർ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 7 ദിവസം കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. നാളെയും പ്രിയപ്പെട്ട ടീച്ചറുടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ശരാശരി 50 പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഒരു 5 പേരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ സന്തോഷമായിരുന്നു എന്ന് കൂടി അറിയിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാം. നമസ്തേ, ശുഭരാത്രി. എൻ്റെ പേര് കുമാരി എന്നാണ്. ഭാരതി എഴുത്തരെ ഒടുക്കത്തെ അനീത്തിയാണ്. ഭാരതി എഴുത്തരെ ഒരു സ്റ്റുഡൻറ്റുമാണ്.
ഞാൻ മഹാരാജാസില് ഭാരതി എഴുത്തില് എന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് വളരെ നന്ദി. വളരെ സന്തോഷം. എന്തായാലും ഒരു 3-4 പേരൊന്ന് പരിചയപ്പെടുത്തി സംസാരിച്ചാൽ സംഘാടകരായ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമാണ്. ഭാരതി ടീച്ചറെ, ഞാൻ ചാന്ദിനി, എറണാകുളത്ത് ഈശ്വരവാര്യ മാഷയുടെ മോള. മഹാരാഷ്ട്രയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹിന്ദി പ്രൊഫസറായിരുന്നു എൻ്റെ അച്ഛൻ. ചാന്ദിനി എന്നുള്ളത് ഇതിനു മുമ്പ് കാണുണ്ടായി, ജോയിന്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാന്ദിനി ആയിരിക്കുന്നത്. ചാന്ദിനി എന്നുള്ള പേര് അധികരിക്കല്ലോ. അതെ അതെ, എവിടെ സന്തോഷം. ഞാൻ സ്ഥിരം ഇതില് പങ്കെടുക്കുന്നുണ്ട്. ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഞാൻ പേര് കണ്ടപ്പോ അങ്ങനെ വിചാരിച്ചു ചാന്ദിനി ആയിരിക്കും വിചാരിച്ചു. വലിയ സന്തോഷമായി ടീച്ചർ. ശരി ശരി. എന്നാ എന്തായാലും ഞങ്ങൾക്കും സന്തോഷം ചാന്ദിനി ടീച്ചറെ. ആയിക്കോട്ടെ, ഓക്കെ. ഒരു 3 പേരുകൂടി ഒന്ന് പരിചയപ്പെടുത്തി വീഡിയോ ഓൺ ചെയ്ത് സംസാരിച്ചാൽ സന്തോഷം. ഞാൻ ശ്രീലത, പാലക്കാട്. ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ചേർന്നതാണ്. വലിയ പരിചയമൊന്നുമില്ല. റിട്ടയേർഡ് ടീച്ചറാണ്, UP സംസ്കൃതം ടീച്ചർ. സന്തോഷം. ഒന്ന് 2 പേരുകൂടി സംസാരിക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആയിക്കോട്ടെ. അപ്പോൾ നാളെ എല്ലാവരുടെയും കൂടുതൽ അംഗങ്ങളുടെ സാന്നിധ്യവും സഹകരണവും അതുപോലെ അഭിപ്രായത്തിനായിട്ട് കൂടുതൽ പേര് മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി ഭാഷണത്തിനായി മനോജ് കുമാർ ടോങ്ങിൻപിള്ളി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഈ വൈശാഖ മാസത്തിൽ ശങ്കരദർശനം എന്ന ഈ പരമ്പരയിൽ ഇന്ന് സാവിത്രി ടീച്ചർ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് ശങ്കരന്റെ വൈഷ്ണവ കൃതികളിൽ അച്യുതാഷ്ടവും ഗോവിന്ദാഷ്ടവുമാണ്. ഇത് വളരെ സരളമായിട്ട് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തന്നതിൽ ടീച്ചറോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. കൂടാതെ ടീച്ചറെ പോലുള്ള വ്യക്തികൾ ഞങ്ങളുമായിട്ട് സഹകരിച്ച് ഈ പരിപാടി ഗംഭീര വിജയമാക്കി തന്നതിനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതിനും ഞങ്ങൾ തരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തുടരണം എന്നും ഞങ്ങൾ ആശ്വസിക്കുന്നു. ഏതായാലും ഇന്ന് പ്രാർത്ഥന ചൊല്ലിയ ഹിതേഷിനും സ്വാഗതം ആശംസിച്ച ശ്രീനിവാസ് കുക്കുംപാറയ്ക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. കൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സുജനങ്ങൾക്കും TVSRCയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. നാളെ ഇതിന്റെ 2ാം ഭാഗം തുടരും. 8 മണിക്ക് തന്നെ ഇതേ അഡ്രസ്സിൽ തന്നെ കയറിയാൽ മതി. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.